السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك عليه وعلى آله. يا صاحب الوقت أخطب بكم نيابة عنكم وأضع جبهتي تحت قدميكم. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം മുബാരിക അലൈഹി വഅല ആലി. ബഹുമാനികളെ, അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ അജയ്യമായ മുന്നേറ്റം നമ്മുടെ മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ മുന്നേറ്റം കണ്ട് സഹിക്കാൻ കഴിയാതെ മനസ്സ് പൊട്ടി നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരാണ് കുരുവട്ടൂരികൾ. ആ കക്ഷികൾ എപ്പോഴും അഹ്ലുസുന്ന വൽ ജമാഅത്തിനെ തകർക്കുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വഹാബികളിൽ നിന്നും മൗദൂദികളിൽ നിന്നും അതുപോലെ യുക്തിവാദികളിൽ നിന്നുമൊക്കെ അച്ചാരം വാങ്ങി സുന്നത്ത് ജമാഅത്തിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശ്രമം തുടങ്ങിയിട്ട് 10-13 കൊല്ലം കഴിഞ്ഞു. നമ്മുടെ ഉലമാഇനെ ചീത്ത വിളിക്കുകയും ഇസ്ലാമിക പ്രമാണങ്ങളെ വക്രീകരിക്കുകയും മഹാന്മാരായ ഔലിയായിനെ നിസ്സാരപ്പെടുത്തുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്ത് ഇവർ വർഷങ്ങളോളം പ്രവർത്തിച്ചിട്ടും യാതൊരു മാറ്റവും കാണുന്നില്ല. 13 കൊല്ലം മുമ്പ് ഈ കക്ഷികളെ ഇവരുടെ വിദണ്ഡവാദം കണ്ട്, ഇവരിലെ നിഫാഖ് കണ്ട്, ഇവരിലെ പുത്തൻവാദം കണ്ട് നമ്മൾ പുറത്തെറിഞ്ഞു. അന്നുണ്ടായിരുന്ന ആ 3 അടുപ്പുംകല്ലുകൾ, അവരുടെ കൂടെയുണ്ടായിരുന്ന 5-6 കുരുത്തക്കേട് സംഭവിച്ചു പോയ കക്ഷികൾ, അല്ലാത്തവരൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി. ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളുപ്പാപ്പയുടെ ഒരു പേരമകൻ ഇവരുടെ കൂടെയുണ്ടായിരുന്നു, അദ്ദേഹം രക്ഷപ്പെട്ടു. താജുൽ ഉലമയുടെ ഒരു മകൻ ഉണ്ടായിരുന്നു, അദ്ദേഹം രക്ഷപ്പെട്ടു. അങ്ങനെ ബുദ്ധിയുള്ള വിവേകമുള്ള ആളുകളൊക്കെ ഈ കൂടാരം വിട്ട് രക്ഷപ്പെട്ടു. ഇപ്പോൾ ആകെ സദസ്സും സ്റ്റേജും എല്ലാം കൂടി ഒറ്റ കാറുപോർച്ചിൽ ഉൾക്കൊള്ളാവുന്ന ആ കക്ഷികൾ മാത്രമാണുള്ളത്. 13 കൊല്ലം മുമ്പ് തുടങ്ങുമ്പോഴും അങ്ങനെ തന്നെ, ഇപ്പോഴും അങ്ങനെ തന്നെ, കക്കൂസിലെ വെള്ളം പോലെ അങ്ങനെ തന്നെ, ഏറുമില്ല കുറയുമില്ല. ഏറ്റവും ദൗർഭാഗ്യവന്മാരായ ഈ കക്ഷികൾ അവരുടെ ശ്രമം തുടങ്ങിയിട്ട് വർഷങ്ങളായി, പക്ഷെ യാതൊരു മാറ്റവും സുന്നത്ത് ജമാഅത്തിനെതിരെ അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ നമ്മുടെ ഇമാമുകളെ, അവരുടെ കിതാബുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. ആ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ശ്രമങ്ങളെ മുഴുവനും നാം കിതാബ് വായിച്ചുകൊണ്ട് വളരെ കൃത്യമായി വിശദീകരിച്ചു. നൗഷാദ് പറയുന്നത് വലിയ അബദ്ധമാണെന്നും ഈ കുരുവട്ടൂരികൾ പറയുന്നത് വ്യാജമാണെന്നും ഇവർക്കും സുന്നത്ത് ജമാഅത്തിനും യാതൊരു ബന്ധവുമില്ല, സുന്നത്ത് ജമാഅത്തും ഇവരുമായി യാതൊരു ബന്ധവുമില്ല എന്ന് നാം പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് വ്യക്തമായി വിശദീകരിച്ചു. അതോടുകൂടി മൗലവിമാർ പെട്ടുപോയി, ഇവരുടെ എല്ലാ വഴിയും അടഞ്ഞുപോയി. നൗഷാദ് നടത്തിയ കിതാബുകളിൽ നടത്തിയ വമ്പൻ കൊള്ളകൾ, കള്ളങ്ങൾ, കിതാബിനെ വക്രീകരിക്കുന്നത്, മഹാന്മാരായ ഔലിയാഇൻ്റെ കിതാബ് കട്ടുവായിച്ചത് നമ്മൾ എണ്ണി അതിൻ്റെ ക്ലിപ്പുകളിട്ട് വിശദീകരിച്ചു. എൻ്റെ 81ാമത്തെ ഗണന പ്രസംഗം എല്ലാവരും ഒന്നുകൂടി കേൾക്കണം. നൗഷാദ് നടത്തിയ ഭീകരമായ 10ഓളം കൊള്ളകൾ ഞാൻ അതിൽ പറയുന്നുണ്ട്, 82ലും പറയുന്നുണ്ട്. അങ്ങനെ തെരഞ്ഞെടുത്ത നൗഷാദിൻ്റെ കൊള്ളകൾ മാത്രം, കിതാബിൽ നടത്തിയ കൊള്ളകൾ മാത്രം നമ്മൾ വിശദീകരിച്ചു. ഇനിയും ധാരാളം എണ്ണി പറയാൻ കഴിയും നമുക്ക്. അങ്ങനെ കിതാബുകളിൽ കൊള്ള നടത്തി ഇവരുടെ ഈ ദുർന്യായങ്ങൾ എത്രമാത്രം എന്ന് ചോദിച്ചാൽ, ദീനുൽ ഇസ്ലാമിനെ നശിപ്പിക്കാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തവരാണിവർ, അല്ലേ? അള്ളാഹുവിനെ സംബന്ധിച്ച് അല്ലാഹു തആല അശക്തനായി പോകുമെന്ന വാദം, മൊബൈൽ വാദം കൊണ്ടുവന്നു, കഴിഞ്ഞില്ല. കഴിവുകളൊക്കെ അഡ്വാൻസായി കൊടുത്തിട്ടു എന്ന് പറയുന്ന മുഅ്തസിലത്തിന്റെ വാദം കൊണ്ടുവന്നു, കഴിഞ്ഞില്ല. അള്ളാഹുവും ഖുതുബും ഒന്നാണ് എന്ന കുഫറിന്റെ വാദം കൊണ്ടുവന്നു. മഹാന്മാരുടെ കഴിവ് ഹഖീഖത്തൻ കഴിവ് തന്നെയാണ് എന്ന കുഫറിൻ്റെ വാദം കൊണ്ടുവന്നു.
ഒരു വലിയ വെള്ളം തന്ന ആ വെള്ളം കുടിച്ചാൽ റമദാനിലെ നോമ്പ് മുറിയൂല എന്ന് വാദിച്ചു. എന്തിന്? നോമ്പെടുക്കാതെ റമദാനിൽ നല്ല ചിക്കൻ ബിരിയാണി അടിക്കാൻ വേണ്ടിയിട്ട്. അത് പറഞ്ഞ് പറ്റിച്ച ആളുകളുടെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങി നോമ്പെടുക്കാതെ റമദാനിൽ ഭക്ഷണം കഴിച്ച് കൂടാൻ വേണ്ടിയുള്ള തോന്നിവാസം പറഞ്ഞു. ഈ തോന്നിവാസത്തിന് തെളിവുണ്ടാക്കാൻ ശ്രമിച്ചു. അബൂ യസീദ് ബിസ്വാമി റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം വായിച്ചിട്ട് അതിൽ നിന്ന് വഖസദ റുഖ്സത ബിദാലിക എന്ന ആ ഇബാറത്ത് അത് കട്ടുവെച്ചു. എന്നിട്ട് ബാക്കി വായിച്ചു. അല്ലേ നൗഷാദേ? ഞാനത് പിടിച്ചില്ലേ? കിതാബ് അടക്കം ഞാൻ കാണിച്ചില്ലേ? അതുമായി ബന്ധപ്പെട്ട് ഇതുവരെ മിണ്ടിയിട്ടില്ലല്ലോ. അതുപോലെ നിസ്കാരം വേണ്ട, നോമ്പ് വേണ്ട എന്ന് പറയുന്ന ഈ കക്ഷികൾ ത്വരീഖത്തിലേക്ക് കടന്നാൽ പിന്നെ നിസ്കാരം വേണ്ട എന്ന് പറയാൻ ബഹുമാനപ്പെട്ട ഇമാമുകളുടെ കിതാബ് വായിച്ചു. ഇമാമുകളുടെ കിതാബ് വായിച്ചിട്ട് ബഹുമാനപ്പെട്ട മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ സംഭവം വായിച്ചിട്ട് ഇവർക്കാവശ്യമുള്ള ഭാഗം ആണ്ട് കട്ടു. നിസ്കാരത്തിൽ ഫാത്തിഹ ഓതിയില്ല, അതിൽ മുസ്തവിയൻ എന്നുള്ള ഭാഗം കട്ടു. അങ്ങനെ കളവ് നടത്തിയില്ലേ നൗഷാദെ കിതാബിൽ? ആ കളവുകൾ നടത്തി താങ്കളുടെ തോന്നിവാസം ഇവിടെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ നമ്മളത് പിടികൂടി. അതും നടന്നില്ല. അവസാനം ഇപ്പം ഇവിടെ എത്തി. വേങ്ങരയിൽ നമ്മുടെ ഐതിഹാസികമായ മുഖാമുഖം നടന്നു. 10,000 ഒഴുകിയെത്തി. നിറഞ്ഞ പ്രൗഢമായ സദസ്സ്. മഗ്‌രിബിനെ തുടങ്ങിയിട്ട് 12 മണിയും കഴിഞ്ഞ് മുഖാമുഖം വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്നു. ജനങ്ങൾ വളരെ കൃത്യമായി സാഗൂതം ശ്രവിക്കുകയാണ്. മനോഹരമായ നമ്മുടെ മുഖാമുഖം. 10,000 ആളുകൾ നിറഞ്ഞു കവിഞ്ഞ സദസ്സ്. ഓൺലൈനിലും ലക്ഷക്കണക്കിന് ആളുകൾ വീക്ഷിക്കുന്നു. അങ്ങനെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു മുഖാമുഖം. അതിലെ വഹാബിസത്തിൽ പെട്ടുപോയ ആളുകൾ വന്ന് ചോദിക്കുന്നു. അവരുടെ ചോദ്യങ്ങൾക്ക് പ്രാമാണികമായ വളരെ കൃത്യമായ വിശദീകരണം. അവിടെ വന്ന് ഹുസൈൻ സലഫി അടക്കമുള്ള വഹാബികൾ കൊണ്ടുവന്ന അവരെ പറഞ്ഞു വെച്ചിട്ടുള്ള സംശയങ്ങൾ, ആ സംശയങ്ങളെക്കുറിച്ച് അവർ തന്നെയും എഴുതി വെച്ച 20ഓളം ചോദ്യങ്ങളെ സംബന്ധിച്ച് സംശയത്തിൽ പെട്ടുപോയ ആളുകൾ അവിടെ വന്ന് ചോദിക്കുന്നു. അതിന് കൃത്യമായ ഉത്തരം നമ്മൾ പറയുന്നു. സലഫിക്ക് വേങ്ങരയിൽ വന്ന അഹ്ലുസുന്ന വൽ ജമാഅത്തിനെ താറടിക്കാൻ, നമ്മുടെ പണ്ഡിതന്മാരെ ആക്ഷേപിക്കുവാൻ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെതിരെ പരിഹാസം ചൊരിയാൻ ഹുസൈൻ സലഫിക്ക് എവിടെ നിന്ന് ആശയം കിട്ടിയത്? അത് ഈ കുരുവട്ടൂരിയൻ മൗലവിമാർ കൊടുത്തത്. ഇവർ പറഞ്ഞു വെച്ച തോന്നിവാസങ്ങളാണ് നമ്മുടെ തലയിൽ കെട്ടിവെക്കാൻ സലഫി ശ്രമിച്ചത്. അത് തന്നെയാണ് വഹാബികൾ ശ്രമിക്കുന്നത്. അത് തന്നെയാണ് യുക്തിവാദികളും ശ്രമിക്കുന്നത്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. വഹാബികളുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങി, യുക്തിവാദികളിൽ നിന്നും പണം വാങ്ങി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പൊളിച്ചടക്കുവാൻ, ദീനിനെയും സുന്നത്തി ജമാഅത്തിനെയും നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് ഈ കള്ളത്തൊരീഖത്തുകാരായ കുരുവട്ടൂരികൾ. അവിടെ നമ്മൾ സലഫി കൊണ്ടുവന്ന, ഈ കുരുവട്ടൂരികളിൽ നിന്ന് സലഫി കൊണ്ടുവന്ന എല്ലാ വിദണ്ഡവാദങ്ങളെയും കൃത്യമായി പ്രമാണത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ വിശദീകരിച്ചു. വളരെ ഭംഗിയായി മുന്നോട്ട് പോയി. ചോദ്യകർത്താക്കൾക്ക് പോലും സംതൃപ്തമായി അവർ മുന്നോട്ട് പോവുകയാണ്. വളരെ ഭംഗിയായി നമ്മുടെ വേങ്ങര മുഖാമുഖം നടന്നു. അതിൽ നമ്മളൊക്കെ വളരെ സന്തോഷിച്ചു. ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളും അത് കണ്ട് സന്തോഷിച്ചു. എന്നാൽ ഇവിടെ മനസ്സ് പൊട്ടുന്ന ഒരു ടീമുണ്ട്. വേങ്ങര മുഖാമുഖം കണ്ട് നെഞ്ചടിപ്പ് കൂടുന്ന ഒരു ടീമുണ്ട്. അതാരാണ്? 10-13 കൊല്ലമായി ക്ലോസറ്റിലെ വെള്ളമായി കിടക്കുന്ന ഈ കുരുവട്ടൂരികൾ. അവർക്കിത് കണ്ടിട്ട് സഹിക്കുന്നില്ല. അവിടെ ചോദ്യകർത്താക്കളായി വന്ന വഹാബികൾക്ക് പോലും നമ്മുടെ മറുപടി പ്രമാണബദ്ധമാണെന്നും അതിനെതിരെ ഒരു ഖണ്ഡനവും പറയാനില്ല എന്ന നിലയ്ക്ക് അവർ സമ്മതിക്കുന്ന അവസ്ഥ വന്നു. വളരെ മനോഹരമായി കഴിഞ്ഞു. പക്ഷേ അതിൽ വഹാബികളെക്കാൾ നെഞ്ചിടിപ്പ് കൂടുന്നത് വഹാബി മൗലവിമാരുടെ പ്രോക്സികളായ ഈ കുരുവട്ടൂരികളാണ്. അവർക്കിത് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പം അതുകൊണ്ട് മറ്റു പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനിക്കലും നടക്കുന്നില്ല, ഒരാളെയും ആകർഷിക്കാനും കഴിയുന്നില്ല. ഇനി എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിക്കുമ്പോഴാണ് വേങ്ങര മുഖാമുഖത്തിലെ ഒരു 2 മിനിറ്റുള്ള ക്ലിപ്പ് മൗലവിമാർക്ക് വീണ് കിട്ടുന്നത്. എന്താണത്? സുബ്ഹാനല്ലാഹ്, അത് വെച്ചുകൊണ്ടുള്ള ആഘോഷമാണ്. ഈ മൗലവിമാരുടെ ഒരു ദയനീയത കണ്ടിട്ട് നമുക്ക് വളരെയധികം പരിതാപകരമായ രൂപത്തിൽ മൗലവിമാരുടെ അവസ്ഥ കണ്ടിട്ട് നമുക്ക് ദുഃഖം തോന്നുകയാണ്.
ഒരു കക്ഷികളെ അല്ലാഹു തആല പരീക്ഷിക്കുന്ന രൂപമാണ് സഹോദരങ്ങളെ. എന്താണത്? ബഹുമാനപ്പെട്ട PKM ഉസ്താദ് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ, സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ SSFന്റെ സംസ്ഥാന പ്രസിഡന്റായി 2 തവണ വലിയ തരത്തിൽ ഈ പ്രസ്ഥാനത്തെ നയിച്ച ബഹുമാനപ്പെട്ടവരാണ്. അതോടൊപ്പം ഇപ്പോഴും കേരള മുസ്ലിം ജമാഅത്തിൻ്റെ നേതാവായി നമ്മുടെ പ്രസ്ഥാനത്തെ നയിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട PKM ഉസ്താദ് അവർകൾ ഈ പ്രസ്ഥാനത്തിന് നൽകിയ സേവനം എത്രയാണ് എന്ന് പ്രവർത്തകർക്കറിയാം. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ഇപ്പോൾ കുറച്ചു കാലമായി അവിടത്തേക്ക് ആരോഗ്യകരമായ പ്രശ്നങ്ങൾ കൊണ്ട്, ശാരീരികമായ അസുഖം കാരണം ബഹുമാനപ്പെട്ടവർ വിശ്രമത്തിലാണ്. നമ്മുടെ പ്രസ്ഥാനത്തിൽ രംഗത്തുള്ള എല്ലാവർക്കും അറിയാം, ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ഇപ്പോൾ നമ്മുടെ വേദികളിലും അധികം വരാറില്ല. കാരണം അവിടുന്ന് ഈ ശാരീരികമായ അസ്വസ്ഥതകളും മറ്റും കാരണം വിശ്രമത്തിലാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ കുറച്ചൊരു ആശ്വാസം കിട്ടിയ ഈ അവസ്ഥയിൽ ബഹുമാനപ്പെട്ടവർ ആ വേദിയിലുണ്ടായിരുന്നു. അഹ്ലുസുന്ന വൽ ജമാഅത്തിനോടുള്ള വലിയ ആവേശമാണ്. ആ ആവേശത്തോടെ ഉസ്താദ് അവറുകൾ വിശ്രമത്തിനിടയിലാണെങ്കിലും അവിടെ വേദിയിൽ വന്നു. അവിടെ വന്നപ്പോൾ ഒരു മൗലവി, അദ്ദേഹമാണ് ആ മുഖാമുഖത്തിലെ ചോദ്യം ആരംഭിച്ചത് തന്നെ ആ മൗലവിയാണ്. അദ്ദേഹം ആദ്യം ചോദിച്ചു, തവസ്സുൽ ഇസ്തിഗാസ ചെയ്യുന്നതിന് സ്വഹാബത്തിൻ്റെ ജീവിതത്തിൽ തെളിവുണ്ടോ എന്നായിരുന്നു ആദ്യം ചോദിച്ചത്. സ്വഹാബത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നതിന് വളരെ കൃത്യമായ രേഖ കിതാബുകൾ വായിച്ചുകൊണ്ട് വന്യരായ കൊളത്തൂർ ഉസ്താദ് അവർകൾ വളരെ വ്യക്തമായി വിശദീകരിച്ചു. കിതാബുകൾ മറിച്ച് കിതാബിൻ്റെ ഇബാറത്തുകൾ വായിച്ചുകൊണ്ട് വളരെ ഭംഗിയായിട്ട് കൊളത്തൂർ ഉസ്താദിൻ്റെ വിശദീകരണം വന്നപ്പോൾ മൗലവിക്കൊന്നും പറയാനില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ അതല്ല ചോദിച്ചത്, ഞാൻ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം താബിഉകളോ തബഉ താബിഉകളോ അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ കൊളത്തൂർ ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ നേരത്തെ ചോദിച്ചത് അതായിരുന്നില്ല, ഇപ്പോൾ ചോദ്യം മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ട് വിശദമായിട്ട് ഒരുപാട് സംഭവങ്ങൾ, ധാരാളം കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് കൊളത്തൂർ ഉസ്താദ് വീണ്ടും നല്ല മറുപടി പറഞ്ഞു. ഒരുപാട് സമയമെടുത്തുകൊണ്ട് മറുപടി പറഞ്ഞു. അതിനെയും മൗലവിക്ക് ഗണ്ണിക്കാൻ കഴിയുന്നില്ല. അപ്പം മൗലവി വീണ്ടും മാറ്റി, ഞാൻ അതുമല്ല ചോദിച്ചത്, ഞാൻ ഇസ്തിഗാസക്കും തവസ്സുലിനും ഖുർആനിൽ തെളിവുണ്ടോ എന്നോ ചോദിച്ചത്. അപ്പോൾ മൗലവിൻ്റെ ചോദ്യം വീണ്ടും മാറി. അപ്പോൾ ഉസ്താദ് അവറുകൾ ഖുർആനിന് തെളിവിടിച്ച് ആയത്തുദ്ധരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ഇങ്ങനെ ഒരു ചോദ്യത്തിന് മറുപടി വരുമ്പോൾ ഞാൻ അതല്ല, ഞാൻ മറ്റേതാ ചോദിച്ചത് എന്ന് പറഞ്ഞിങ്ങനെ കളിക്കുന്ന ഈ മൗലവി, അയാൾ വീണ്ടും ഇതേ ചോദ്യം, ഉസ്താദ് അവറുകൾ കൊളത്തൂർ ഉസ്താദ് വിശദമായി മറുപടി പറഞ്ഞിട്ടുണ്ട്, എന്നിട്ടും വീണ്ടും അയാൾ ഞാൻ കൊളത്തൂർ ഉസ്താദിനോടാ ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വീണ്ടും എഴുന്നേറ്റുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട PKM ഉസ്താദ് അവറുകൾ എന്നിട്ട് അതിൻ്റെ മറുപടി ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. ഉസ്താദ് അവറുകൾ എഴുന്നേറ്റിട്ട് ഈ ചോദിക്കുന്ന മൗലവിയുടെ ചോദ്യത്തിലെ അതിലെ അർത്ഥമില്ലായ്മ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ ഇൽസാമിൻ്റെ മറുപടി പറഞ്ഞു. അതിന് ഇൽസാമിയായ മറുപടി എന്ന് പറയും. ആ മറുപടി മൗലവി ചോദിക്കുന്ന ചോദ്യത്തിലെ പൊള്ളത്തരം മനസ്സിലാക്കി കൊടുത്തുകൊണ്ടുള്ളൊരു മറുപടിയാണ്. അപ്പോൾ ഈ മൗലവിക്ക് മറുപടി പറഞ്ഞപ്പോൾ ഉസ്താദ് അവറുകൾ കൂടുതൽ ശബ്ദമെടുക്കുകയും കൂടുതൽ ഊർജം ചെലവാക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ അത് അവിടുത്തെ ആരോഗ്യത്തിന് നിലവിലുള്ള അവസ്ഥയിൽ അത് ഗുണകരമല്ല എന്ന് മനസ്സിലാക്കി സ്റ്റേജിലുള്ളവർ ഇടപെട്ടു. ഉസ്താദ് ഇനി മതി, ഇപ്പോൾ ഉസ്താദിൻ്റെ ആരോഗ്യ സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് ഇടപെട്ടു, ഇനി മതിയോ? കാരണം ഉസ്താദ് നല്ല ആവേശത്തിലാണ്. അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ പ്രവർത്തനവും അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ ആശയ പ്രചാരണവും ജീവിതകാലം മുഴുവനും നടത്തിയ PKM ഉസ്താദിന് തൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ മറന്നുകൊണ്ടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ആരോഗ്യത്തിൽ കരുതലുള്ള പ്രവർത്തകരും സ്റ്റേജിലുള്ള ഉസ്താദുമാരെല്ലാവരും ഇടപെട്ടിട്ട് ഉസ്താദിനോടൊന്ന് ഇരിക്കാൻ പറഞ്ഞു. ഉസ്താദെ ഇനി മതി എന്ന് പറഞ്ഞതാണ് കുരുവട്ടൂരികൾ എന്താക്കിയത്, അത് സ്റ്റേജിൽ അടിപിടിയാണ് എന്ന് പറഞ്ഞത്. എങ്ങനെയുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം. ആ സദസ്സിലുള്ള 10,000-ങ്ങളില്ലേ, ആ സംഗതി നേരിട്ട് ലൈവിൽ വീക്ഷിച്ച ലക്ഷക്കണക്കിന് ആളുകളില്ലേ, ഇവർക്കൊക്കെ മനസ്സിലാവൂലേ ഇതിൻ്റെ അസുഖം വേറെയാണ്. അസൂയ മൂത്ത് ഈ പ്രസ്ഥാനത്തിനെതിരെ എന്ത് പറയാൻ കഴിയും എന്ന് ആലോചിച്ച് നടക്കുമ്പോൾ ഒരു മൈനസും കിട്ടാനില്ല. അപ്പോൾ പിന്നെ കിട്ടിയത് മൈനസാക്കി മാറ്റുക, അതിനുള്ള ഒരു അടവാണ്. പണ്ട് ഒരു കുറുക്കനെ പിടിക്കാൻ സിംഹം തീരുമാനിച്ചു. അങ്ങനെ കുറുക്കനെ എന്ത് പേര് പറഞ്ഞിട്ടാണ് പിടിക്കേണ്ടത്? ഒരു കാരണവും കിട്ടുന്നില്ല. അവസാനം കുറുക്കൻ ഒരു പുഴവക്കത്തിരുന്ന് ആ പുഴയിൽ നിന്ന് വെള്ളം കുടിക്കുകയാണ്.
വെള്ളം കുടിക്കുന്ന സമയത്ത് അതിൻ്റെ മുകൾ ഭാഗത്ത് സിംഹമുണ്ട്. വെള്ളം ഇങ്ങനെ താഴോട്ട് ഒലിച്ചു വരികയാണ്. അപ്പോൾ സിംഹം മുകൾ ഭാഗത്താണുള്ളത്. കുറുക്കൻ എവിടെ നിന്നാണ് വെള്ളം കുടിക്കുന്നത്? താഴ് ഭാഗത്തു നിന്നാണ്. അങ്ങനെ ഈ സിംഹത്തിന് കുറുക്കനെ പിടിക്കണം. ഓടി ചെന്ന് കുറുക്കനെ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, എടാ നീ വെള്ളം കലക്കുന്നോ എന്ന് ചോദിച്ചപ്പോൾ കുറുക്കൻ ചോദിച്ചു, അല്ല, ഞാനിവിടെ താഴ്ഭാഗത്തല്ല, നിങ്ങൾ മുകൾ ഭാഗത്തല്ലേ, ഞാനിവിടെ വെള്ളം കലക്കിയിട്ട് ഞാൻ വെള്ളം കുടിച്ചിട്ടേ ഉള്ളൂ. ഇനി കലക്കിയാൽ തന്നെയും ആ കലക്ക് നിങ്ങളുടെ ഭാഗത്തേക്ക് എത്തൂലല്ലോ, അവിടുന്ന് വെള്ളം ഇങ്ങോട്ട് താഴോട്ട് ഒഴുകി വരില്ലേ എന്ന് പറഞ്ഞിട്ടൊന്നും സിംഹത് കേൾക്കുന്നില്ല. കാരണം സിംഹത്തിന് എന്ത് പറഞ്ഞിട്ടെങ്കിലും ഇയാളെ പിടിക്കണം എന്നാണല്ലോ. എന്നതുപോലെ കുരുവട്ടൂരിയൻ മൗലവിമാർ അവർ ഈ പറയുന്ന ആരോപണത്തിൽ, അവരുടെ ആഘോഷത്തിൽ എന്തെങ്കിലും ലോജിക്കുണ്ടോ? ഒരു ലോജിക്കില്ല. പക്ഷേ എന്നിട്ടും ആ സംഗതി എടുത്തുകൊണ്ട് ആഘോഷിക്കുന്നു. അതിനുവേണ്ടി എത്രയോ സ്ഥലത്ത് ഇത് വലിയ ആഘോഷമാക്കിയിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കുന്നു. അവരെ മഷായിഖന്മാരുടെ മദതാണ് പോലത്. ഈ കുരുവട്ടൂരിയൻ വ്യാജ മൗലവിമാർ കോമാട്ടുചാലിൽ അബ്ദുള്ളയുടെ മദതാണ് പോലും അവർക്ക്. എന്തിന് ഇങ്ങനെ ഈ വ്യാജ പ്രചാരണം നടത്താൻ? മനസ്സിലായോ? ആലോചിച്ച് നോക്കുമ്പോൾ ഈ ഒരു സമൂഹത്തിൻ്റെ ബുദ്ധിയുടെ നിലവാരം എത്രയുണ്ട്. ഇങ്ങനെ തന്നെയാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുര ഉസ്താദ് ഗോവയിൽ SSFൻ്റെ നാഷണൽ സാഹിത്യോത്സവത്തിൽ പങ്കെടുത്തു. അവിടെ എത്തിയപ്പോൾ ഉസ്താദ് വരുന്നു എന്നറിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ആവശ്യങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ ഒരുപാട് ആളുകളുണ്ടാകും. അവിടെ നടക്കുന്ന പല കാര്യങ്ങൾ അതിൽ സഹകരിച്ചവരുണ്ടാവും. അവരുടെയൊക്കെ കാര്യം ഉസ്താദിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടാകും. അപ്പോൾ സ്റ്റേജിലുള്ളവർ ഇടയ്ക്ക് വന്നിട്ട് ഉസ്താദിനോട് ആ വിഷയം ഓർമ്മപ്പെടുത്തും. ഉസ്താദ് പറയും, അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം എന്ന് പറയും. അക്ലിപ്പിട്ടിട്ട് ഉസ്താദിനെ ശല്യം ചെയ്യുന്നു, ഉസ്താദിനെ സംസാരിക്കാൻ അയക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കണം. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇവന്മാരുടെ ഒരു നിലവാരം എത്രയുണ്ട് എന്നുള്ളത് ആലോചിക്കണം നിങ്ങൾ. ഈ മൗലവി നമ്മുടെ മുഖാമുഖം ഗംഭീരമായി നടന്നു, അതിനെതിരെ എന്തെങ്കിലും ഒരു മൈനസ് പറയാൻ കഴിയുമോ എന്നിങ്ങനെ തെരഞ്ഞു നടന്ന മൗലവി അവസാനം ആഘോഷിച്ചതാണിത്. അതിൻ്റെ വസ്തുതയാണ് നമ്മൾ പറഞ്ഞത്. ബഹുമാനപ്പെട്ട PK ഉസ്താദ് അവറുകൾ അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇപ്പോഴും നമ്മുടെ പ്രസ്ഥാനത്തെ വളരെ ഭംഗിയായിട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നേതാക്കളിൽ പ്രമുഖരാണ്. ഞങ്ങളുടെ നേതാക്കൾ സുന്നത്തി ജമാഅത്ത് പറയുന്നിടത്ത് ഒരു അനൈക്യവുമില്ല. അത് ഇൻഷാ അല്ലാഹ് ഇലാ യൗമിൽ ഖിയാമ ഉണ്ടാകുകയുമില്ല. അങ്ങനെ ഒന്ന് ഉണ്ടായി ഈ പ്രസ്ഥാനം നശിച്ചു കാണണമെന്ന് നൗഷാദെ നീയും നിന്റെ കുരുവട്ടൂരിയൻ ആലയവും ഒരുമിച്ച് ആഗ്രഹിച്ചിട്ടും കാര്യമില്ല. അള്ളാഹുവിൻ്റെ ദീനിവിടെ കൊണ്ടു നടക്കാൻ ലാ യസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖി ഹത്താ യഅതി അംറുല്ലാഹ്. ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവിൻ്റെ ദീനായി കൊണ്ടു നടക്കുന്ന ഒരു സമൂഹം, ഒരു പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കുമെന്ന് ഷഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രസ്ഥാനത്തെ തകർക്കുവാൻ നിങ്ങളെപ്പോലുള്ള ഏതെങ്കിലും ഞാനൂലുകൾ ശ്രമിച്ചാൽ അത് നടക്കാൻ പോകുന്നില്ല എന്ന് നൗഷാദിനെ ഞാൻ അറിയിക്കുകയാണ്. ഇനി ഏതാ ഈ നൗഷാദ്? ഈ നൗഷാദിൻ്റെ ഉന്നത ഹലറത്തിൻ്റെ മദത് എത്രമാത്രം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കല്ലേ. നമ്മളെടുത്ത് പുറത്തിട്ടതിന് ശേഷം ഈ മൗലവി നമ്മുടെ സുന്നത്തി ജമാഅത്തിൻ്റെ പ്രസ്ഥാനത്ത് നിന്ന് പുറത്തിട്ടു. എന്നാൽ അപ്പുറത്ത് EK സംസ്ഥയിൽ കയറിപ്പറ്റാനുള്ള ശ്രമം നടത്തി, അതും നടന്നില്ല. എന്നിട്ട് കാക്കക്കൂട്ടിൽ മുട്ടയിടുന്ന കുയിലിനെ പോലെ മൗലവി ചെന്നു ഇവിടെ ഉള്ളാളം ഭാഗത്ത് മംഗലാപുരം ഭാഗത്ത് ഒരു സംവാദ വ്യവസ്ഥയ്ക്ക് പോയിരുന്നു. സംവാദ വ്യവസ്ഥയ്ക്ക് പോയിരുന്നപ്പോൾ മൗലവിമാർ പറഞ്ഞു, വഹാബികൾ പറഞ്ഞു, ഈ നൗഷാദിനെ പറ്റൂല. കാരണം എന്താ? നൗഷാദിന് നിലപാടില്ല. ഒന്നുകിൽ ഇയാൾ ഏത് സുന്നിയാണെന്ന് പറയണം. 2 സുന്നികളും അംഗീകരിക്കാത്ത ഇവനെന്തിനാ ഞങ്ങൾക്ക്? കാരണം ഓൽക്കും അറിയാം, അങ്ങനെ 2 സുന്നികളിലും പെടാത്ത നൗഷാദിൻ്റെ സംവാദം നടത്തിയാൽ അത് വെറുതെ സമയം കളയലാണ്. കാരണം തോൽക്കുന്നുള്ള ഘട്ടെത്തുമ്പോൾ നൗഷാദ് പറയും, ഉന്നത ഹലറത്തുനിന്ന് വിവരം കിട്ടിയിട്ട് ഞാനിതാ പറഞ്ഞതൊക്കെ പിൻവലിക്കുകയാണെന്ന് പറയും. അതുകൊണ്ട് ആ നൗഷാദിനോട് സംവാദത്തിന് നിൽക്കുന്നതോ ചർച്ചക്ക് നിൽക്കുന്നതോ ബുദ്ധിയല്ല എന്ന് വഹാബികൾക്ക് പോലും മനസ്സിലായി. അതുകൊണ്ട് വഹാബികൾ പറയാണ്, നൗഷാദിനെ പറ്റൂല, അയാൾക്ക് എന്ത് വിവരമുള്ളത്, അയാൾക്ക് എന്ത് നിലപാടാണുള്ളത്? നിങ്ങളൊന്ന് കേൾക്കിയാദ്യം. നിങ്ങളോട് ഞങ്ങൾ വെല്ലുവിളിക്കുന്നത് വീണ്ടും സുന്നികളുമായിട്ട് ഇസ്തിഗാസ വിഷയം അല്ലെങ്കിൽ തൗഹീദ് ശിർക്കുമായുള്ള ബന്ധം, സുന്നത്ത് ജമാഅത്തുമായുള്ള ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സംവാദം നടത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ അത് മറുപടി പറഞ്ഞാൽ മതി. അസ്സലാമു അലൈക്കും.
അത് തയ്യാറുണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് അവർ വന്നത്. പക്ഷെ അവിടെ ഒന്ന് അറിയേണ്ട ഒരു കാര്യം, നൗഷാദ് ഹസനി ഉസ്താദ് SKSF ഭാഗത്ത് വന്നതാണോ SSF-ൻ്റെതാണോ അത്രയും അറിഞ്ഞാല് അത് മുമ്പോട്ട് കൊണ്ടുപോവാ. അവര് പറയട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ കത്ത്, ഈ ഇംഗ്ലീഷിൽ എഴുതിയ എഴുത്ത് അതല്ലേ? ഇവിടെ SKSF ചർച്ച. ഈ കത്ത് ഇദ്ദേഹം തന്നാണ്. ഈ കത്ത് ഇദ്ദേഹം തന്നാണ്. അല്ല, അവിടെ നിങ്ങളോടല്ലേ ഈ കത്ത് അദ്ദേഹം തന്നതാണെങ്കിൽ ഞാനുള്ളൂ. ഇദ്ദേഹം ചോദിച്ചതിന് മറുപടി അല്ല, അദ്ദേഹം സമയങ്ങളിൽ അദ്ദേഹം ചോദിച്ചതിന് മറുപടി സുന്നികളുമായിട്ട് സംവാദത്തിനുണ്ടോന്നാണ്. അല്ല, സുന്നികളുമായിട്ട് സംവാദത്തിനുണ്ടോ? ഏത് സുന്നികളാണ്? ഞങ്ങൾക്ക് പരിചയമുള്ള സുന്നി ഒന്ന് EK സുന്നി എന്ന് AP സുന്നി. ഇത് രണ്ട് സുന്നികളും അംഗീകരിച്ച വ്യക്തിനെയാണോ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്? ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഞങ്ങൾക്ക് പരിചയമുള്ള കർണാടകയിലെയും കേരളത്തിലെയും ഞങ്ങൾക്ക് പരിചയമുള്ള സുന്നി എന്ന് പറയുന്നത് EK സമസ്തയും AP സമസ്തയുമാണ്. EK സമസ്തയുടെയും AP സമസ്തയുടെയും ആളാണോ ഇദ്ദേഹം? നിങ്ങൾ പറഞ്ഞോളി, നമ്മളാളാന്ന് പറഞ്ഞോളി. നിങ്ങളെ നേതൃത്വം കൂടി ഒന്ന് അംഗീകരിച്ചോട്ടെ. അതല്ല, AP-ക്കാര് പറയാണ് ഞങ്ങൾ ആളാന്ന് പറഞ്ഞോട്ടെ. അവരോട് നമുക്ക് സംവാദം. ഇത് EK സമസ്തക്കാരുമായി സംവാദം നടത്തുമ്പോ കാക്കക്കൂട്ടിൽ വന്ന് മുട്ടയിട്ട് വിരിയിക്കാൻ സമ്മതിക്കൂല. അത് കാക്കയായും കുയിലായും വന്നാൽ ഞങ്ങൾ അംഗീകരിക്കും. അതല്ലാതെ കുയിലിന്റെ പരിപാടി ആണത്വത്തോടു കൂടി പറയണം, ഞാൻ എന്റെ വിഭാഗത്തിന്റെ ആളാണ്, അതിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഒരു വ്യക്തിയെ കൊണ്ടുവരൂ. വഹാബികളെ കൊണ്ട് പറയിപ്പിച്ചു, വഹാബികളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചു നൗഷാദ്. അപ്പോ ഈ വഹാബികളേറ്റ് നൗഷാദ് പലപ്പോഴും പല മുഖാമുഖങ്ങളിലും സംവാദങ്ങളിലൊക്കെ ഇരുന്നിട്ടില്ലേ? അത് സുന്നത്ത് ജമാഅത്തിന്റെ ഭാഗമായി പോയ സമയത്താണ്. അന്ന് ഇയാൾക്ക് നിലപാടുണ്ടായിരുന്നു എന്ന് അവർക്കറിയാം. ഇപ്പൊ പോയത് ജാഹിര്യങ്ങളടുത്താണ്. ഒരു നിലപാടുമില്ല. തോൽക്കുന്നു കണ്ടാൽ ഉന്നത ഹദറത്ത് നിന്ന് വിവരം കിട്ടി പിൻവലിക്കും. അതുകൊണ്ട് പിൻവലിക്കൽ മൗലവിമാരാണ് നൗഷാദ്. അതുകൊണ്ട് തന്നെയാണ് മൗലവിമാർ ചോദിക്കുന്നത്, ഈ പേടിന് എന്തിനാ ഞങ്ങൾക്ക്? ഏത് കൗമിൽപ്പെട്ടതാണെന്ന് പറ, അഡ്രസ്സ് പറ. ഒരു അഡ്രസ്സും ഇല്ലാതെ ഇവനുമായിട്ട് എന്തിനാ ഞങ്ങൾ സംവാദം നടത്തണം എന്ന് പറഞ്ഞപ്പോൾ മറ്റേ നമ്മളെ പമ്പേസ് മൗലവി അടക്കി പറഞ്ഞു നോക്കുന്നുണ്ട്, നിങ്ങൾ ഒരു കാര്യമില്ലാത്ത സമയങ്ങളില്ലേ ഒരു കാര്യമില്ലാത്ത സമയങ്ങളില്ലേ എന്ന് പറയുന്നുണ്ട്. ആരും ഒരാളെടുക്കൂല. വഹാബികൾക്ക് പോലും വേണ്ടാത്ത പേടുകളായി മാറി. എങ്ങനെ പേടുകളായി മാറിയത്? ഇവരുടെ ഉന്നത ഹലറത്തിൻ്റെ മതത്തിൻ്റെ കോലാണിപ്പത്. എന്നിട്ട് ആ മൗലവിമാർ അവർ പറഞ്ഞല്ലോ, ഒന്നുകിൽ നിങ്ങൾ AP സുന്നിയാന്ന് പറയണം, അല്ലെങ്കിൽ EK സുന്നിയാന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരും എടുക്കാത്ത ഒരു അഡ്രസ്സും ഇല്ലാത്ത നൗഷാദിനായിട്ട് എങ്ങനെ സംവാദം നടത്തുക എന്ന് അവർ ന്യായമായ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ നൗഷാദ് ആ മൗലവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് അയാളെ തന്തക്ക് വിളിച്ചു, അയാളെ ബാപ്പാക്ക് വിളിച്ചു. ബാപ്പാക്ക് വിളിച്ചപ്പോൾ മൗലവി പറയാണ്, അത് കേൾക്കിങ്ങൾ. കുക്കില ധാരിമയായിട്ടാണ് ഞങ്ങൾ സംവാദത്തിന് ഏറ്റെടുത്തത്. ഈ നൗഷാദുമായിട്ട് ഇല്ല എന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. എന്തിനേറെ ഇവിടെ ഇരുന്നിട്ട് പോലും ഈ സഹോദരന്റെ വാപ്പായിക്ക് വിളിച്ച സംസ്കാരം ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. മുജീബ് ഖാന്റെ വാപ്പായിക്ക് ഈ നൗഷാദ് ഹസനെ വിളിക്കുക. എന്ത് സംസ്കാരമുള്ള സഹോദര! അതൊക്കെ വിളിക്കേണ്ട അടുത്ത് വിളിക്കുമെന്നല്ലേ? അതൊക്കെ ഒരു മിനിറ്റ്, അതൊക്കെ വിളിക്കേണ്ട അടുത്ത് വിളിക്കുമെന്ന് നിങ്ങളൊന്നും കണ്ടില്ലേ? ആ ചർച്ച അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് വാപ്പാക്ക് വിളിച്ചത്. അപ്പം ആ മൗലവി പറയാണ്, ഇപ്പം വിളിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം നൗഷാദ് പിന്നെയും ഒക്കെ ഇനിയും വേണമെങ്കിൽ ഇനിയും വിളിക്കുമെന്ന്. അതെ, ഉന്നത ഹലറത്തുനിന്ന് കിട്ടുന്ന ഒരു കോലാണ്. ഒരു സദസ്സിൽ വന്നിട്ട് അപ്പുറത്തിരിക്കുന്ന കക്ഷികൾ, അത് ആരാണെങ്കിലും ഒരു പ്രതിപക്ഷ ബഹുമാനമൊക്കെ വേണ്ടേ? ആ മൗലവിമാരെ മുഖത്ത് നോക്കിയിട്ട് വാപ്പാക്ക് വിളിച്ചു. അത് എൻ്റെ വാപ്പാക്ക് വിളിച്ചു എന്ന് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പറഞ്ഞു ഇനിയും വിളിക്കുമെന്ന് പറഞ്ഞു. നോക്കൂ നിങ്ങൾ, ഇവന്മാരെ ഒരു സംസ്കാരം. എന്നിട്ട് ഈ സംസ്കാരമുള്ള ഈ കക്ഷികളാണ് സംസ്കാരം പറഞ്ഞ് നമ്മളടുത്തേക്ക് വരുന്നത്. ഇങ്ങനെ ഒരു നിലവാരമില്ലാത്ത ഈ മൗലവിമാർ, ഇവന്മാരെ നമ്മുടെ ഐതിഹാസികമായ മുഖാമുഖം, വേങ്ങരയിൽ നടന്ന മുഖാമുഖം കണ്ട് കണ്ണു തള്ളിപ്പോയി. ഞങ്ങൾ എത്ര കാലമായി ഈ ഒരു പ്രവർത്തകരെ പ്രസ്ഥാനത്തിൽ നിന്നും ഈ നേതാക്കളിൽ നിന്നും അകറ്റുവാൻ വേണ്ടി പണിയെടുത്തിട്ട് ഒന്നുപോലും യേശുന്നില്ലല്ലോ. ഈ പണ്ഡിതന്മാരുടെ നോട്ടീസ് കണ്ടപ്പോഴേക്ക് ആളുകൾ ഒഴുകിയെത്താൻ കഴിയാത്തവർ ഓൺലൈനിലൂടെ ലക്ഷങ്ങൾ വീക്ഷിക്കുന്നു. ഇങ്ങനെയൊക്കെ കണ്ട് നിരാശനായിപ്പോയ മൗലവി അവസാനം നമ്മുടെ മുഖാമുഖത്തിൻ്റെ ഒരു ഭാഗം അടർത്തിയെടുത്ത് തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ശ്രമമാണ് നടത്തുന്നത്.
അങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം. ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത്, ഈ മൗലവിമാർ പണ്ട് നടത്തിയ ഒരു മുഖാമുഖം ഉണ്ടായിരുന്നു, പൂനൂര് മുഖാമുഖം എന്ന് പറയും. ആ പൂനൂര് മുഖാമുഖത്തിൽ ഇടയ്ക്കിടയ്ക്ക് സംവാദം എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കാറുണ്ടല്ലോ അല്ലേ, സംവാദത്തിന് തയ്യാറുണ്ടോ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇവന്മാർ നടത്തിയ പൂനൂര് മുഖാമുഖമുണ്ട്. പൂനൂര് മുഖാമുഖത്തിലേക്ക് ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരൻ ചെന്നു. അദ്ദേഹം സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരനാണ്. അദ്ദേഹം ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് ചില ചോദ്യങ്ങളുണ്ട്, ചില സംശയങ്ങളുണ്ട്, എനിക്ക് ചിലത് ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞു ഒരു ചോദ്യം ചോദിച്ചു. ചോദ്യം ചോദിച്ചപ്പോൾ ചോദ്യത്തിനെല്ലാം മറുപടി പറഞ്ഞത് ഈ 3 അടുപ്പം കല്ലുകളും മാറി മാറി മറുപടി പറഞ്ഞു. മറുപടി ഈ ചോദ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ അദ്ദേഹം വീണ്ടും മൈക്കെടുത്തിട്ട് പറഞ്ഞു, ഞാൻ ചോദിച്ചതിനല്ലല്ലോ നിങ്ങൾ മറുപടി പറഞ്ഞത്, ഞാൻ ചോദിച്ചതിന് നിങ്ങളെല്ലാവരും കൂടി കുറേ സമയം മറുപടി പറഞ്ഞു, ആ മറുപടിയിൽ ഞാൻ ചോദിച്ചതെറ്റില്ലാനും എന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും മൈക്കെടുക്കണം. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഭാഗം കാണാം. നമ്മൾ ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. എനിക്ക് മറുപടിയായി 20 മിനിറ്റാണ് ഇപ്പോൾ രണ്ടുപേരും കൂടെ സംസാരിച്ചത്. ഒരു 5 മിനിറ്റ് ഈ വിശദീകരണവുമായി വിഷയവുമായി സംവദിക്കാൻ എനിക്ക് തരണം. 5 മിനിറ്റ് മതി, അത് കഴിഞ്ഞ് ഞങ്ങൾ മൈക്ക് ഓഫ് ആയിക്കോളി, അത്രേ ഉള്ളൂ. അത് നിങ്ങൾ തരും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കണം. അതായത് 1 മിനിറ്റ് 5 മിനിറ്റ് പ്രസംഗിക്കാൻ അവസരമില്ല. ഇല്ല, അതിന് നിങ്ങൾ വേറെ പരിപാടി നടത്തുക. ചോദിക്കാം. വിഷയാവതരണത്തിന് അവസരമല്ല. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സംവാദം ഉണ്ടാക്കിക്കോളി. സംവാദത്തിൽ അരമണിക്കൂർ പേരോട് സഖാഫിക്ക് കൊടുക്കുക, അരമണിക്കൂർ ഇരിക്കും. ഇത് മുഖാമുഖാണ്. അതിൽ നിങ്ങൾക്ക് വിഷയാവതരണത്തിന് സമയമല്ല, നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. ഇനി എന്താ ചോദ്യം, അതും കൂടി ചോദിച്ചോളി. കണ്ടില്ലേ? അപ്പൊ അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് മറുപടിയില്ല. ഇവരെല്ലാരും കൂടി 10-20 മിനിറ്റോളം മറുപടി പറഞ്ഞു, പക്ഷേ ചോദ്യത്തിന് മറുപടി ആയിട്ടില്ല. അപ്പൊ നൗഷാദ് പറയാണ്, ഇനി നിങ്ങൾക്ക് അവസരമല്ല, കഴിഞ്ഞു, അവസരം കഴിഞ്ഞു. ഒരു സാധാരണക്കാരന്റെ മുമ്പിലാണ് ഈ കുടുങ്ങുന്നതെന്ന് മനസ്സിലാക്കണം. അങ്ങനെ കുടുങ്ങിയവരാണ് ഇവര്. എന്നിട്ട് നൗഷാദ് പറയാണ്, ഇന്ന് നിങ്ങൾ സംവാദം ഉണ്ടാക്കിക്കോളൂ. സംവാദം ഉണ്ടാകുമ്പോൾ അതിന്റെ അവസ്ഥ എന്താ? നൗഷാദ് തന്നെ പറഞ്ഞു, അരമണിക്കൂർ പേരോട് ഉസ്താദിന്, അവന്റെ പൂതിയാണേ, ഓൻ്റെ ഒരു പൂതി പേരോട് ഉസ്താദിന്റെ കൂടെ ഇരുന്നിട്ട് സംവാദം നടത്തണമെന്ന്. അതിനെന്ത് യോഗ്യതയാണോ തനിക്കുള്ളത്? അപ്പോൾ പോട്ടെ, അത് സാധുവിന്റെ പൂതിയാണല്ലോ, പറയട്ടെ. അപ്പം നൗഷാദ് പറയേണ്ട, സംവാദം ആകുമ്പോൾ 2 കക്ഷികൾക്കും തുല്യാവസരം വേണമല്ലോ. അപ്പോൾ പേരോട് ഉസ്താദാണെങ്കിൽ പേരോട് ഉസ്താദിന് അരമണിക്കൂർ, നൗഷാദിന് അരമണിക്കൂർ. അപ്പോൾ തുല്യാവസരം വേണേ നൗഷാദ് തന്നെ പറഞ്ഞിട്ടോ. അപ്പോൾ പക്ഷേ നൗഷാദ് കൊളർത്തിയില്ല. ഈ ചെറുപ്പക്കാരൻ അവിടുന്ന് തന്നെ ഞാൻ സംവാദത്തിന് റെഡിയാകും എന്ന് തൻ്റെ ഇടത്തോടെ പറയുന്ന നൗഷാദ് പ്രതീക്ഷിച്ചില്ല. നൗഷാദ് ആ ഒരു ധൈര്യത്തിലാണ് ഇദ്ദേഹം ആ സംവാദം കേൾക്കുമ്പോഴേക്ക് പേടിക്കുന്നുള്ള ധൈര്യത്തിലാണ് നൗഷാദ് സംവാദത്തിൻ്റെ പേര് പറഞ്ഞത്. ഉടനത്തിൻ്റെ ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്ത് എന്നാൽ ഞാൻ ഇപ്പം തന്നെ സംവാദത്തിന് റെഡിയാന്ന് പറഞ്ഞു. സംവാദമാകുമ്പോൾ എങ്ങനെയാണ് വേണ്ടതെന്ന് നൗഷാദ് തന്നെ പറഞ്ഞില്ലേ, 2 പേർക്കും തുല്യമായ അവസരം കൊടുക്കണമെന്ന്. അപ്പോൾ ചെറുപ്പക്കാരൻ പറയുകയാണ്, ഞാൻ ഇപ്പം തന്നെ സംവാദത്തിന് റെഡിയാണ്, കേൾക്കും. അതായത് ഈ വിഷയം ആസ്പദമാക്കിക്കൊണ്ട് ഇപ്പോൾ ഒരു സംവാദത്തിന് ഞാൻ തയ്യാറാണ്. നിങ്ങൾ തയ്യാറുണ്ടോ? തയ്യാറാണ്. ഈ വിഷയാസ്പദമായി ഒരു സംവാദത്തിന് ഞാൻ ഇപ്പൊ തയ്യാറാണ്. ഞങ്ങളും തയ്യാറാണ്. നമ്മൾ തുടക്കാം. ഞാൻ കയറി വരാം സ്റ്റേജിലോട്ട്. എന്നാ തുടങ്ങിക്കോളി. ചോദ്യം 1 അങ്ങോട്ട്. സംവാദം അല്ല, കണ്ടില്ലേ? അപ്പൊ സംവാദമാകുമ്പോൾ തുല്യാവസരം വേണം. 10 മിനിറ്റ് 30 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ 2 കക്ഷികൾക്കും വേണമെന്ന് നൗഷാദ് നേരത്തെ തന്നെ പറഞ്ഞല്ലോ. പക്ഷേ ഈ ചെറുപ്പക്കാരൻ അപ്പം തന്നെ എടുത്തേക്ക് തന്നെ പറഞ്ഞു, ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞു. പേരോട് ഉസ്താദൊന്നും വേണ്ട, പേരോട് ഉസ്താദിൽ നിന്ന് കേട്ട് പഠിച്ച ഞാൻ തന്നെ മതി എന്ന് പറഞ്ഞു. അപ്പം നൗഷാദ് കുടുങ്ങി. നൗഷാദ് പറഞ്ഞു, എന്നാ തുടങ്ങി നമ്മൾ ചോദ്യം. ആദ്യത്തെ ചോദ്യം പിടിച്ചോ. ആദ്യത്തെ ചോദ്യം മൗലവി സംവാദത്തിന് വേണ്ടത്. ആദ്യം പരസ്പരം വിഷയാവതരണത്തിന് തുല്യമായ സമയം വേണ്ടേ? ചോദ്യത്തിന് എത്ര മിനിറ്റാണ്, ഉത്തരം പറയാൻ എത്ര മിനിറ്റാണ് എന്ന തീരുമാനം വേണ്ടേ? അപ്പോൾ ഒരു സംവാദം എന്താണ് എന്നത് വളരെ കൃത്യമായിട്ട് നൗഷാദിനെ അറിയാം. പക്ഷേ ഈ ചെറുപ്പക്കാരൻ്റെ മുമ്പിൽ മുട്ടി വിറച്ചപ്പോൾ സംവാദം ഒരു 2 മിനിറ്റ് മുമ്പ് നൗഷാദ് സംവാദത്തിൻ്റെ അവസരം പറഞ്ഞ അതേ നൗഷാദ് തന്നെ ഈ ചെറുപ്പക്കാരൻ സംവാദത്തിന് തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ കുടുങ്ങിയിട്ട് പറയണമെന്ന 1-ാമത്തെ ചോദ്യം. സംവാദത്തിന് ആദ്യം തന്നെ 1-ാമത്തെ ചോദ്യം ഉണ്ടാല് ആണോ മൗലവി? എവിടെന്നാ നിങ്ങൾ വന്നത്? ഒരു ചെറുപ്പക്കാരൻ്റെ മുമ്പിൽ വെള്ളം കുടിച്ച നിങ്ങളാണോ പ്രാമാണികമായ ഒരു സംവാദത്തിന് ഞങ്ങളെ വിളിക്കുന്നത്? കേൾക്കി, ഇനിയുണ്ട്. അപ്പോ ബാക്കി അല്ല, ഇപ്പൊ തന്നെ ചോദ്യം 1 അങ്ങോട്ട്. ചോദ്യം 1 ചോദ്യം തുടങ്ങാൻ പോവാണ്. കേട്ടോ, സംവാദത്തിന് റെഡിയായില്ലേ നിങ്ങൾ? ഇവിടെ നീ ചൂടായിട്ട് കാര്യമില്ല, സംവാദത്തിനാ തയ്യാറായത്. ഓനെ ഈ കിതാബം കൊടുക്ക്, ഇതൊന്ന് വായിക്കട്ടെ. സംവാദത്തിനല്ലേ തയ്യാറായത്?
വായിക്ക്. ഫഇന്നമാ യുഅ്തീഹി മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂലാണ് തന്നത് എന്ന് ഇബ്നു ഹജർ പറയുന്നു. ആ ഇബാറത്തൊന്ന് വായിക്കി. അത് അദബുകാടാണോ എന്ന് ഓൻ പറയട്ടെ. കൊടുക്കി, കിതാബം കൊടുക്കി, വായിക്കട്ടെ. ഹലോ, ഞാനിപ്പോ ഇവിടെ നിങ്ങളോട് കിതാബ് വാങ്ങി, സംവാദം റെഡി, സംവാദം തുടങ്ങി. സമയമല്ല, 10 മണി വരെ സംവാദം തുടങ്ങി. ഇനി വേറൊന്നുമില്ല, ആ കിതാബ് ആക്കണമെന്നതിന് കിതാബ് വായിച്ചോളൂ. ആ ഇബാറത്ത് അതിലേക്ക് നോക്കി കണ്ണാട വെച്ചിട്ട് അയക്ക് വായിച്ചോളി. ആ ഇബാറത്ത് വായിക്കൂ. സംവാദത്തിന് റെഡി എന്ന് പറയുന്നത് അണ്ടി കച്ചവടമല്ലത്. ഒരു കാര്യത്തിന് തയ്യാറാക്കുമ്പോ എന്താ വിഷയം എന്ന് ബോധം വേണം. അതുകൊണ്ട് ആ ഇബാറത്ത് വായിച്ചോളൂ. ആ ഇബാറത്ത് വായിക്ക്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയെന്ന് പറഞ്ഞാൽ അത് ആ ഇബാറത്ത് വായിക്കും. ഇബാറത്ത് വായിക്കുമോനെ, ഇബാറത്ത് വായിക്കും. അയാൾക്ക് ആ ഇബാറത്ത് വായിക്കാൻ പറ്റുമോ അയാൾക്ക് തുടരാം. അതാണ് സംവാദം. അതിന് സാധിക്കൂലേ നിങ്ങൾക്ക് മാറാം. സംവാദത്തിന് റെഡിയാണോ? കിതാബ് വായിക്കൂ. സംവാദത്തിന് റെഡിയാണെങ്കിൽ കിതാബ് വായിക്കും. കിതാബ് വായിക്കും. ആ കിതാബ് വായിക്കും. 5 മിനിറ്റ് നമുക്ക് സംവദിക്കാം. ആ കിതാബ് വായിക്കൂ. ആ കേറി വന്ന് സംസാരിക്കാന്ന്. ആ കിതാബ് വായിക്കൂ. സംവാദം ഞാൻ പഠിങ്ങൾ അവിടെയോ? ആ കിതാബ് അങ്ങനെ തന്നെ. അല്ല, ഞാൻ നിൽക്കുമ്പോൾ തന്നെ നീ നിൽക്കും. ഞാൻ അവിടെ കേറി വന്ന് എവിടെ ആയാലും പാടില്ല, ഈ ഹാളിൽ മതി, അത് പ്രശ്നമല്ല. കിതാബ് വായിക്കും. ഞാൻ അവിടെ കേറി വന്ന് കിതാബ് വായിച്ച് കയറി വന്നാണെന്നല്ല ഹൈ ലെവലുള്ള ചെയർ ഉണ്ടാക്കാനും സംവാദത്തിന് നിയമമല്ല. കിതാബ് വായിക്കും. ഞാൻ അവിടുന്ന് വായിക്കാം. കിതാബ് വായിക്കൂ. ആ കിതാബ് വായിക്ക വേറൊരു രക്ഷയില്ല. സംവാദത്തിന് തയ്യാറാന്ന് പറയും. ആ മൗലവി പിന്നെ ആ ചെറുപ്പക്കാരൻ്റെ മുമ്പിൽ കുടുങ്ങി. ഇപ്പം പമ്പേഴ്സ് മൗലവി വന്നിട്ട് അണ്ടി കച്ചവടം നടത്തുകയാണ്. ഇവർ പ്രതീക്ഷിച്ചില്ല ഈ ചെറുപ്പക്കാരെങ്ങനെ പറയുന്നു. അപ്പോൾ സംവാദം എന്ന് പറഞ്ഞാൽ എന്താണ്? സംവാദം എന്ന് പറയുമ്പോൾ ചെറുപ്പക്കാരനെ സ്റ്റേജിലേക്ക് കയറ്റാനും പേടി. അയാൾക്ക് സമയം കൊടുക്കുന്നില്ല. ഒരു സാധാരണക്കാരായ ചെറുപ്പക്കാരൻ്റെ മുമ്പിലാണ് ഈ 3 അടുപ്പക്കല്ലുകൾ കൂടി വയർത്തൊലിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, അയാൾ എത്ര കൃത്യമായിട്ടാണ് പറയുന്നത്. ഞാൻ സംവാദത്തിന് റെഡിയാണ്, ഞാൻ എൻ്റെ വിഷയാവതരിപ്പിക്കാം, ഞാൻ നിങ്ങൾ പറയുന്ന ചോദ്യങ്ങൾ ചോദിക്കാം, മറുപടി പറയാം, എന്നോട് ചോദ്യം ചോദിച്ചോളൂ, മറുപടി പറയാം, എല്ലാറ്റിനും ഞാൻ തയ്യാറാണ്. അതിന് തുല്യാവസരം വേണം. വിഷയാവതരണത്തിന് എനിക്ക് എത്ര മിനിറ്റാണ്? ആ മിനിറ്റ് നൗഷാദിനും കൊടുത്തോ. നൗഷാദിന് ചോദിക്കാൻ എത്ര സമയമാണ്? അതെനിക്കും വേണം. ഉത്തരത്തിന് എത്രയാണോ നൗഷാദിന് പറയുന്നത് അത്ര എനിക്കും വേണം. വളരെ മാന്യമായ ആവശ്യമല്ലേ ആ ചെറുപ്പക്കാരനായ സാധാരണക്കാരൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്? എന്നിട്ട് എന്തേ നൗഷാദെ അവിടെ മുട്ടിവിറച്ചു പോയത്? അല്ലേ? നിങ്ങളെ പ്രമാണങ്ങൾ എവിടെ പോയി? നിങ്ങളെ ഉന്നത ഹദറത്തിൽ നിന്ന് കിട്ടിയ മദത് എവിടെ പോയി? ഇങ്ങനെ വഷളായില്ലേ മൗലവിമാരെ? ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, നിങ്ങൾ അവിടെ നിന്നാ മതി, സംവാദത്തിന് അങ്ങനെ വ്യവസ്ഥ ഒന്നുമില്ല, നിങ്ങൾ അവിടെ താഴ്ന്നാ മതി, ഞങ്ങളുടെ സ്റ്റേജിലിരിക്കുക. സംവാദത്തിന് അങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്? ആണോ മൗലവിമാരെ? അങ്ങനെ അവസാനം ആ ചെറുപ്പക്കാരൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയില്ലേ? അവിടെ കൂടിയ ആളുകളുടെ മുമ്പിൽ മൗലവിമാര് നാണം കെട്ടു. ഈ രൂപത്തിൽ നാണം കെട്ടു. ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരൻ്റെ മുമ്പിൽ നേർക്ക് നേരെ ആദർശം പറയാൻ കെൽപ്പില്ലാതെ 3 അടുപ്പങ്കല്ലുകളും കൂടി അവിടെ നാണം കെട്ടു, പരിഹാസ്യരായി. അവസാന ചെറുപ്പക്കാരനെ സ്റ്റേജിലേക്ക് കയറ്റേണ്ടി വന്നു. അവിടെയാ ചെറുപ്പക്കാരൻ വിട്ടില്ല. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അദ്ദേഹം വിട്ടില്ല. അദ്ദേഹം അങ്ങനെ ഇവന്മാരുടെ മുമ്പിൽ അങ്ങനെ മാറിക്കൊടുത്തില്ല. അവസാനം ഇവർക്ക് നിർവാഹമില്ലാതെ സ്റ്റേജിലേക്ക് വിളിക്കേണ്ടി വന്നു. ഇനി ബാക്കി കേൾക്കൂ. കിതാബ് വായിക്കും. ഞാൻ അവിടുന്ന് വായിക്കാം. കിതാബ് വായിക്കൂ. ആ കിതാബ് വായിക്ക വേറൊരു രക്ഷയില്ല. സംവാദത്തിന് തയ്യാറാന്ന് പറയും. നിങ്ങൾ എന്താ മനസ്സിലാക്കി? ആരോടാ നിങ്ങൾ പറയണത്? സംവാദം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുട്ടികളെ മനസ്സിലാക്കി. നിങ്ങൾ പരിശുദ്ധമായ ദീനുമായി ബന്ധപ്പെട്ട കാര്യം അത്. ചൂടാകേണ്ട ഇബാറത്ത് വായിച്ചോളി. അയാൾക്ക് ആ കിതാബ് വായിക്കാൻ പറ്റുമോ? മൈക്ക് ഇല്ലേ? മൈക്കില്ല. അപ്പോ സംവാദത്തിനാണ്. സംവാദത്തിനാകുമ്പോൾ നമുക്ക് സ്റ്റേജിലേക്ക് ഞാൻ വരാം, എന്നിട്ട് അവിടെ നിന്ന് കൃത്യമായിട്ട് സംവദിക്കാം, വളരെ കൃത്യമായ വ്യവസ്ഥയോട് മുന്നോട്ട് പോകാം. ഞാൻ ഇപ്പം തന്നെ റെഡിയാണ് എന്ന് ഒരു ചെറുപ്പക്കാരൻ ഈ 3 അടുപ്പുകളുടെ മുമ്പിൽ വന്ന് പറയാണ്. എന്തേ കാരണം എന്നറിയോ? ആ ചെറുപ്പക്കാരൻ അറിയാം ഈ 3 ജാഹിലീങ്ങളാണ്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഇൽമുമായി ബന്ധപ്പെട്ട ഒരു ചുക്കും ഇവരെ കയ്യിലില്ല. ഇവർ പറയുന്നത് മുഴുവൻ കളവുകളാണ്. ആ കളവുകൾ ഇന്നതാണ് എന്ന് കൃത്യമായിട്ട് പറയാൻ എനിക്ക് കഴിയും എന്ന ഒരു കോൺഫിഡൻസാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ടാണ് ഇവർ മുട്ടിവിറച്ച് പേടിച്ചു പോയത്. അവസാനം ആ ചെറുപ്പക്കാരനെ ഇവർക്ക് സ്റ്റേജിലേക്ക് വിളിക്കേണ്ടി വന്നു. അങ്ങനെ സ്റ്റേജിലെത്തിയിട്ട് സുബ്ഹാനല്ലാഹ് ബാക്കിയുള്ളതും കൂടി കാണും.
ഞാൻ ചോദിക്കുന്നത് ആ വാദം ശരിയാണോ തെറ്റാണോ? അതിന് മറുപടി ഞാൻ പറയട്ടെ. സുഹൃത്തുക്കൾ യെസ് ഓർ നോ, തെറ്റാണെങ്കിൽ തെറ്റ് ശരിയാണ്. അതിന് മറുപടി ഞാൻ പറയട്ടെ. നിങ്ങളിപ്പോ 20 മിനിറ്റ് എന്നോട് സംസാരിച്ചു, ഒരു 5 മിനിറ്റ് എനിക്ക് തന്നൂടെ? പിന്നെ എന്ത് സംവാദമാണ് നിങ്ങൾ പറയുന്നത്? അല്ല, അതാണ് ഞാൻ ചോദിച്ചത്. നമുക്കൊരു സംവാദവുമായി ബന്ധപ്പെട്ട വിഷയത്തിന് ഒരു അടിസ്ഥാനപരമായ ഒരു വിഷയം വേണ്ടേ? ഞങ്ങളെ വാദതാണ്. നിങ്ങളെ വാദം എന്താ? വാദം പറഞ്ഞോളേ. വാദം ഞാൻ പറയട്ടെ. വാദം പറയാൻ എത്ര ഒരൊറ്റ മിനിറ്റ് മതി കേട്ടോ. വാദം പറയാൻ 1 മിനിറ്റ് മതി. ഒറ്റ മിനിറ്റ്. ഇത്രയും നേരം 20 മിനിറ്റ് തന്നിട്ട് എനിക്ക് 1 മിനിറ്റ് ഞങ്ങൾ തരുന്നത്. അല്ല, അത് മുഖാമുഖായിരുന്നില്ലേ? ഇപ്പൊ നമ്മൾ സംവാദത്തിൽ ഒറ്റ മിനിറ്റ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കണ്ടില്ലേ, അവസാനം ആ ചെറുപ്പക്കാരന്റെ സ്റ്റേജിലേക്ക് വിളിക്കേണ്ടി വന്നു. അദ്ദേഹം എത്ര ആർജവത്തോടെ പറയുന്നു നോക്കുക. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആദർശത്തിന്റെ ശക്തിയാണത്. ഞങ്ങളെ ഏത് പ്രവർത്തകർക്കും, സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന ഏത് വിശ്വാസിക്കും, ഏത് നവീനവാദിയുടെ മുമ്പിലും വന്ന് ആർജവത്തോടെ പറയാൻ കഴിയും, അതിന് ഞങ്ങളൊന്നും വേണ്ട, ഞങ്ങളെ പ്രവർത്തകർ മതി, സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസികൾ മതി, നിങ്ങളെപ്പോലുള്ള ഏത് കള്ളത്തൊരികത്തുകാരെ നേരിടാൻ. അപ്പം അദ്ദേഹത്തിൻ്റെ വാദം പറയാൻ 1 മിനിറ്റ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇതാണിപ്പോൾ സംവാദം. സംവാദത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നൗഷാദ് തന്നെ അതേ സ്റ്റേജിൽ പറഞ്ഞതാണ്. എന്താണ്? ഒരാൾ അപ്പുറത്ത് അരമണിക്കൂർ, നയ്യാക്കോ അരമണിക്കൂർ എന്ന് നൗഷാദ് തന്നെ പറഞ്ഞ് നാവെടുത്തിട്ടില്ല. അപ്പോഴാണ് ഇയാൾ, ഈ പ്രവർത്തകൻ, ഇദ്ദേഹം നേരിട്ട് ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞത്. അതോടുകൂടി ഈ കുരുവട്ടൂരിയൻ അടുപ്പുങ്കലുകൾ കുടുങ്ങി 3 എണ്ണവും മാറി മാറി ഇടപെട്ട് ഇദ്ദേഹത്തൊന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. ഒരു നിർവാഹവുമില്ല. അവസാനം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വാദം വിശദീകരിക്കുവാൻ അഥവാ വിഷയാവതരണം നടത്താൻ 1 മിനിറ്റ്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, എത്ര ഭയപ്പെട്ടുപോയി ആ ചെറുപ്പക്കാരനെ, എത്ര ഭയപ്പെട്ടുപോയി നിങ്ങൾ ആലോചിച്ച് നോക്കണം. 1 മിനിറ്റാണ് കൊടുത്തത്. എന്നിട്ട് അദ്ദേഹം അവിടെ ആ 1 മിനിറ്റിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് വിഷയം പറഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ സംവാദത്തില് എന്റെ വാദം പറയാനുള്ള 1 മിനിറ്റ്, അത് കഴിഞ്ഞാൽ പിന്നെ മൈക്ക് വരില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വാദം ഞാൻ പെട്ടെന്ന് പറയണം. എന്താണ് വാദം? ഇതുവരെ തന്നിട്ടില്ല, അതിന്റെ അനുഭവത്തിലാണ് പറയുന്നത്. നിങ്ങളിപ്പോ പറഞ്ഞു. അതായത് എന്റെ കണ്ടില്ലേ? അപ്പോ ഇദ്ദേഹം പറഞ്ഞു 1 മിനിറ്റാണ് വിഷയാവതരണം നടത്താൻ കൊടുത്തത്, 1 മിനിറ്റ്. അപ്പോൾ അവിടെ പറഞ്ഞു 1 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ മൈക്ക് തരൂല എന്നാ പറഞ്ഞത്. കാരണം ഇദ്ദേഹത്തിന് അവിടെ ഉണ്ടായ അനുഭവം അങ്ങനെയാണല്ലോ. ചോദ്യം ചോദിക്കാൻ വന്നു, ഒറ്റ ചോദ്യം, പിന്നെ മൈക്കില്ല, ചോദിച്ചതിന് മറുപടിയില്ല. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു 1 മിനിറ്റാണ് എനിക്ക് ആകെ ഉള്ളത്, പിന്നെ മൈക്ക് കിട്ടൂല എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ കുഞ്ഞേമത് എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു അത് തിരുത്തണം എന്ന് പറഞ്ഞു. എന്താ തിരുത്തണം എന്ന് പറഞ്ഞു? മൈക്ക് പിന്നെ തരൂല എന്ന് പറഞ്ഞു, തിരുത്തണം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ മൈക്ക് പിന്നെയും തരുന്നല്ലേ കുഞ്ഞേമത് പറഞ്ഞത്. ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു എൻ്റെ അനുഭവം അങ്ങനെയല്ല, അതുകൊണ്ട് എനിക്കൊരു പ്രതീക്ഷയില്ല എന്ന് അവിടെ പരസ്യമായിട്ട് പറഞ്ഞു. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഇദ്ദേഹം അവിടെ ഇദ്ദേഹത്തിൻ്റെ വിഷയം പറഞ്ഞു, 1 മിനിറ്റിൻ്റെ ഉള്ളിൽ ഒതുക്കി പറഞ്ഞു. പിന്നെ നൗഷാദ് എഴുന്നേറ്റിട്ട് നീണ്ട പ്രസംഗം, നൗഷാദിൻ്റെ അവൻ പഠിച്ച കാര്യങ്ങൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞതും ഈ നൗഷാദ് പറയുന്നതുമായിട്ട് ഒരു ബന്ധവുമില്ല. അങ്ങനെ കുറേ ദീർഘമായി പറഞ്ഞു. ഇദ്ദേഹം അവിടെ സ്റ്റേജിൽ അങ്ങനെ തന്നെ ഇരുന്നു. അങ്ങനെ നൗഷാദ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇയാൾ വീണ്ടും എഴുന്നേറ്റു, ഈ ചെറുപ്പക്കാരൻ വീണ്ടും എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു ഇനി ഞാൻ പറയട്ടെ ബാക്കി. നൗഷാദ് പറഞ്ഞല്ലോ ഇനി ഞാൻ പറയട്ടെ. അപ്പം നൗഷാദ് പറയണം ഇനി അവസരമല്ല, ഇനി അവസരമല്ല. നേരത്തെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞില്ലേ എനിക്ക് ആകെ 1 മിനിറ്റേ ഉള്ളൂ, ഇനി മൈക്ക് കിട്ടൂല. അപ്പോൾ കുഞ്ഞാമത് പറഞ്ഞു അത് നിങ്ങൾ തിരുത്തണം, മൈക്ക് തരുമെന്നാണ് പറഞ്ഞു. അങ്ങനെ ഇയാൾ വിശ്വസിച്ചവിടെ ഇരുന്നതാണ്. പക്ഷേ നൗഷാദ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരനെ പിന്നെ പറയാൻ അനുവദിച്ചില്ല. കാരണം പറഞ്ഞാൽ കുടുങ്ങുന്ന നൗഷാദിനറിയാം അല്ലേ? കേൾക്കാണോ നിങ്ങൾ? ചോദ്യം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, മൈക്ക് കൊടുക്ക്. അല്ല അവിടെ പോയിക്കോളൂ, കഴിഞ്ഞു. അത് കഴിഞ്ഞ അടുത്ത വിഷയം അണ്ടാ മൈക്ക് ഓഫാക്കി, മൈക്ക് ഓഫ് ചെയ്തു. അയാൾക്ക് അവസരം കൊടുക്കുന്നില്ല, സമയം കൊടുക്കുന്നില്ല. അദ്ദേഹം ആകെ അന്തം വിട്ടു പോവുകയാണ്. കാരണം ഈ സ്റ്റേജിൽ വെച്ചിട്ടാണ് ഈ കള്ളകളി നടത്തുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു ചെറുപ്പക്കാരൻ്റെ മുമ്പിൽ ഈ മൗലവിമാർ ഇത്രമാത്രം ഭയപ്പെടുന്നു. അവർ പറയുന്ന ആദർശം പറയാൻ പോലും ഭയപ്പെടുന്നു. അദ്ദേഹത്തിന് സംവാദത്തിന് വിളിച്ചത് ആ സ്റ്റേജിലേക്ക്. എന്നിട്ട് 1 മിനിറ്റാണ് കൊടുത്തത്. ആ 1 മിനിറ്റ് കൊടുത്ത് നൗഷാദിൻ്റെ വക 1/2 മണിക്കൂർ പ്രസംഗം. അത് കഴിഞ്ഞ് ഇനി ആ ബാക്കി പറയട്ടെ, സംവാദമാകുമ്പോൾ ഗണ്ണിക്കണ്ടേ? അത് ഗണ്ണിക്കാൻ അവസരം കൊടുത്തില്ല. ഇനി പോയിക്കോളൂ, ഇനി നിങ്ങളെ സമയം കഴിഞ്ഞു, സംവാദം കഴിഞ്ഞു. ഇതാണ് ഇനി കുരുവട്ടൂരികളുടെ സംവാദം.
ഈ സംവാദത്തിനാ മൗലവിമാരെ നിങ്ങൾ നായികക്ക് 40 വട്ടം സംവാദത്തിന് വിളിക്കുന്നത്? ആണോ? ഒരു ചെറുപ്പക്കാരൻ്റെ, ഒരു സാധാരണക്കാരൻ്റെ മുമ്പിൽ ഇത്രമാത്രം നിങ്ങൾ ഭയന്ന് വിറച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആശയ പാപ്പരിത്വം കൊണ്ട് മാത്രമാണ് എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ രൂപത്തിൽ മൗലവിമാര് അവരുടെ ആലയത്തിൽ വന്നുകൊണ്ട് അവിടെ നിന്നുകൊണ്ടുള്ള ബടായി പൊട്ടിക്കുക. എന്നിട്ട് ഇവരാരും പരിഗണിക്കൂല എന്ന് അവർക്ക് ഉറപ്പുണ്ട്. എന്നിട്ട് സംവാദത്തിന് വെല്ലുവിളിക്കുക. എന്ത് സംവാദം? സംവാദത്തിന് ഏറ്റെടുത്ത് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ആ ചെറുപ്പക്കാരൻ്റെ മുമ്പിൽ പതറിപ്പോയ മൗലവിമാരെ, പരാജയപ്പെട്ടു പോയ മൗലവിമാരെ, നിങ്ങളാണോ ഞങ്ങളുടെ മുഖാമുഖത്തെ വിലയിരുത്താൻ വരുന്നത്? ഞങ്ങളെ വെല്ലുവിളിക്കുന്നത് നിങ്ങളാണോ? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, നിങ്ങളൊന്നും ഒരു ഷൈഉം മദ്കൂറല്ല, നിങ്ങളുമായി സംവദിക്കപ്പെടാൻ നിങ്ങൾ യോഗ്യരല്ല. അതുകൊണ്ട് തന്നെ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ആശയങ്ങൾ തരുന്ന കോമാട്ടുചാലിൽ അബ്ദുള്ള തയ്യാറുണ്ടോ? തയ്യാറുണ്ടെങ്കിൽ അബ്ദുള്ളയോട് സംവാദത്തിന് വരാൻ പറ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ മുഅ്തസിലത്തിൻ്റെ വാദം മഹാന്മാരുടെ തദ്ബീറുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ ഇത് വിശദമായിട്ട് പറയുന്നില്ല. അതൊക്കെ നമ്മൾ എത്രയോ തവണ മറുപടി പറഞ്ഞതാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് അവർക്ക് തദ്ബീറുണ്ട്, തസറുഫാത്തുകളുണ്ട്. തസറുഫാത്തുകൾ അത് മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് അള്ളാഹു തആല നൽകിയതാണ്. എന്നാൽ ആ തസറുഫാത്തിന് അള്ളാഹുവിങ്കൽ ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് അള്ളാഹ് എവിടെയാണോ ഉദ്ദേശിക്കുന്നത് അവിടെയൊക്കെ കൊടുക്കും. അത് ചെറിയ കൊടുതിയല്ല, അതിൻ്റെ വ്യാപ്തി വൈപുല്യം അറിയിക്കാൻ വേണ്ടി മഹാന്മാർ പദപ്രയോഗങ്ങൾ നടത്തും. ജമീഉൽ ആലം എന്ന് പറയും, ചിലപ്പോൾ അൽ ആലം ബി അസ്രിഹി എന്ന് പറയും. ഇതൊക്കെ അതിൻ്റെ വൈപുല്യം അറിയിക്കാനാണ്. അല്ലാതെ ആലമിൻ്റെ തുടക്കം മുതൽ ആലമിൻ്റെ ഒടുക്കം വരെ എന്ന അർത്ഥത്തിലുള്ള അതാണ് മുദബ്ബിറുൽ ആലം. അങ്ങനെയുള്ള തദ്ബീർ ഒരു മഹാനും കൊടുക്കൂല. ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഷെയ്ഖിനോട് ചോദിച്ചു, ഏതെങ്കിലും വലിയന് അലൽ കമാൽ പൂർണ്ണാർത്ഥത്തിൽ തദ്ബീർ, പൂർണ്ണമായ തദ്ബീർ അഥവാ ആലമൊട്ടാകെ ഈ അർത്ഥത്തിൽ മൗലവിമാര് കുരുവട്ടൂരികൾ പറയുന്ന അർത്ഥത്തിലുള്ള തദ്ബീർ നൽകപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവരുടെ മറുപടി ഇല്ല, അത് അള്ളാഹുവിൻ്റെ മാത്രം പ്രത്യേകതയാണ് എന്ന് വളരെ കൃത്യമായിട്ട് ഇമാമുകൾ പഠിപ്പിച്ചിരിക്കെ അതൊന്നും കാണാതെ ഈ മൗലവിമാര് വാക്ക് ലഫ്ദർത്ഥം നോക്കി ഡിക്ഷണറി നോക്കി വന്ന് അതൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട്. അപ്പം മൗലവി വന്നിട്ട് ചോദിക്കുകയാണ്, നമ്മുടെ ആ വിശദീകരണത്തിന് മുമ്പിൽ കുടുങ്ങിയ മൗലവി ഒരു മുഅ്തസിലത്തിൻ്റെ ആശയം, അതാണല്ലോ ഇവരുടെ ആശയം, മുഅ്തസിലികൾ എന്താണോ പണ്ട് പറഞ്ഞിരുന്നത് അതേ ആശയമാണ് പറയുന്നത്. അതിനെ നമ്മൾ വളരെ കൃത്യമായിട്ട് ശറഉൽ അഖായിദ് അടക്കമുള്ള ഇൽമുൽ കലാമിലെ കിതാബുകൾ വെച്ചുകൊണ്ട് ഗണ്ണിച്ചപ്പോൾ ഈ മൗലവി ചമ്മാട്ട് നിന്ന് ചോദിക്കുകയാണ്, ഒന്ന് കേൾക്കി. നിങ്ങൾ എന്ത് ഇസ്തിഗാസയാ പറയുന്നത്? ചില കാര്യങ്ങളിൽ മാത്രമാണെങ്കിൽ മമ്പുറത്തും മടവൂരും പോകട്ടെ, മദീനയിൽ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് പോയാൽ ഇസ്തിഗാസ ചെയ്യപ്പെടാവുന്ന ലിസ്റ്റ് ഇങ്ങനെ ഉണ്ടോ? പനി, ജലദോഷം, രോഗം, ഇതൊക്കെ ചെയ്യാ, അതിന്റെ അപ്പുറത്തുള്ളത് പറ്റൂല, അങ്ങനെ ഉണ്ടോ? അപ്പൊ ഇസ്തിഗാസന്റെ അടിത്തറയാണ് നിങ്ങൾ തകർത്തത്. എന്ത് മുഖാമുഖങ്ങൾ ഈ നടത്തുന്നത്? ഇസ്തിഗാസ എനിക്ക് മനസ്സിലായിട്ടില്ല നൗഷാദേ. നീ മുഅ്തസിലത്തിന്റെ വാദമാ പഠിച്ചു വന്നത്. മുഅ്തസിലികളായ നിങ്ങളുടെ കള്ളന്മാരായ ആ കോമാട്ടുചാലിൽ അബ്ദുള്ള അടക്കമുള്ള മൗലവിമാര് പഠിപ്പിച്ചത് കഴിഞ്ഞ കാലത്ത് മുഅ്തസിലത്ത് പറഞ്ഞ ഏറ്റവും പിടിച്ച ആശയമാണ്. ഈ ചോദ്യം എവിടെ നിന്നാ വന്നറിയോ? ചില കാര്യങ്ങളിൽ ചോദിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ആ ലിസ്റ്റ് ഇവിടെ, അഥവാ കഴിവുകളൊക്കെ മഹാന്മാർക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. നൽകപ്പെടുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് നൽകപ്പെട്ടത് എന്നുള്ള ഒരു ലിസ്റ്റ് അപ്പോഴല്ലേ ഉണ്ടാവുള്ളൂ. എന്നാൽ അഹ്ലുസുന്ന വൽ ജമാഅത്ത് അങ്ങനെ വിശ്വസിക്കുന്നില്ല മൗലവി. ഒരു കഴിവും ഒരു മഹാനും അഡ്വാൻസായി നൽകപ്പെട്ടു എന്ന് സുന്നത്തി ജമാഅത്ത് വിശ്വസിക്കുന്നില്ല. വൽഇസ്തിത്വാഅതു മഅൽ ഫിഅലി വഹിയ ഹഖീഖത്തുൽ ഖുദ്റത്തില്ലതി യകൂനു ബിഹൽ ഫിഅലു. ബഹുമാനപ്പെട്ട ഇമാം സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു ശറഉൽ അഖായിദിൽ വളരെ വ്യക്തമായി പറഞ്ഞു, ആ ഒരു പ്രവൃത്തി ഉണ്ടാകാൻ ആവശ്യമായ ശേഷി, ഖുദ്റത്ത്, അത് അപ്പോൾ അല്ലാഹു തആല നൽകുന്നതാണ്, നേരത്തെ നൽകുന്നില്ല. നേരത്തെ നൽകപ്പെടുമ്പോഴേ മൗലവിൻ്റെ ഈ ചോദ്യത്തിന് അർത്ഥമുള്ളൂ. ആ വാദം കൊണ്ടുവന്നത് മുഅ്തസിലത്താണ്.
അതാ ഞാൻ പറഞ്ഞത്, മുഅ്തസിലത്തിന്റെ വിശ്വാസമാണ് നിങ്ങളുടേത്. മുഅ്തസിലത്ത് പഠിപ്പിച്ച വിശ്വാസം അനുസരിച്ചാണ് താങ്കൾ അഹ്ലുസുന്ന വൽ ജമാഅത്തിനോട് ചോദ്യം ചോദിക്കുന്നത്. ആ ചോദ്യം ഞങ്ങൾ പുറങ്കാലുകൊണ്ട് വേസ്റ്റ് കൊട്ടയിലേക്ക് തട്ടിത്തെറിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു വിശ്വാസം ഞങ്ങൾക്കില്ല. അല്ലാഹു തആല മഹാന്മാരായ അമ്പിയാക്കൾ ഔലിയാക്കൾക്ക് ശേഷി ഖുദ്റത്ത് അപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഏതും ചോദിക്കുക. അല്ലാഹു തആല കഴിവ് അവിടെ ഖുദ്റത്ത് പടച്ചു കൊടുത്താൽ അവർ സഹായിക്കും, ഇല്ലെങ്കിൽ സഹായിക്കില്ല. ഇത്രയേ അവിടെയുള്ളൂ. ആ വിശ്വാസമാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വിശ്വാസം. അപ്പോൾ അല്ലാഹു തആല പടച്ചു കൊടുക്കുകയാണ്. നേരത്തെ കഴിവ് കൊടുത്ത ഒരു ലിസ്റ്റ് അങ്ങനെ പറയാനില്ല. അത് മുഅ്തസിലത്തിന്റെ വാദമാണ്. മുഅ്തസിലത്തിന്റെ വാദം ഇമാമുകളെ നേരത്തെ ഗണ്ണിച്ച് അവരെ ഇരുത്തേണ്ടിടത്ത് ഇരുത്തിയിട്ടുണ്ട്. എങ്കിൽ ആ മുഅ്തസിലത്തിന്റെ പിൻഗാമികളായ നിങ്ങളെയും ഞങ്ങൾ ഇരുത്തേണ്ടിടത്ത് ഇരുത്തും എന്ന് വളരെ വ്യക്തമായി നൗഷാദിനോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മനസ്സിലാക്കണം, ഇങ്ങനെ മൗലവിമാര് എല്ലാ അബദ്ധങ്ങളും പറഞ്ഞു, എല്ലാ തോന്നിവാസങ്ങളും പറഞ്ഞു. പക്ഷേ ആരുമില്ല, കൂടെ ആരുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്ലോസറ്റിലെ വെള്ളമായിട്ട് തന്നെ നിൽക്കുകയാണ്. അത് പുളിക്കെന്ന് ഞാൻ നേരിട്ട് കണ്ടു. പുളിക്കൽ വന്നപ്പോൾ ഒരു വീട്ടിൻ്റെ കാർ പോർച്ചിലാണ് സ്റ്റേജും, ആ കാർ പോർച്ചിൽ തന്നെയാണ് സദസ്സും. ആ രണ്ടും കൂടി ഒറ്റ കാർ പോർച്ചിൽ ഒതുങ്ങാൻ മാത്രമേ ഉള്ളൂ. വേറെ ആരെ കിട്ടാൻ? ആ ബുദ്ധിയുള്ള ആരെങ്കിലും കിട്ടുമോ? മഹാന്മാരായ പണ്ഡിതന്മാരുടെ പച്ചയിറച്ച് കൊത്തിവലിക്കാൻ ഏതെങ്കിലും ബുദ്ധിയുള്ള വിശ്വാസികളെ കിട്ടുമോ? കിട്ടില്ല. അത് ഞാൻ പറഞ്ഞപ്പോൾ മൗലവി പറഞ്ഞൊരു മറുപടിയുണ്ട്, അതൊന്ന് കേൾക്കുക ആദ്യം. വല്ലാതെ പുറത്തിറങ്ങി പ്രസംഗിക്കലില്ല, ഉള്ളിലിരുന്ന് മാത്രമേ പ്രസംഗിക്കലുള്ളൂ. എന്നിട്ട് നമ്മളെ കുറിച്ച് പറയാ ഏതോ കാർ പോർച്ചിലാ വാഴത്, അതിന്റെ ബെഡ്റൂമിലാ പ്രസംഗിക്കുന്നത്. ബെഡ്റൂമിൽ പ്രസംഗിക്കുന്ന ആള് ചോദിക്കുക, നിങ്ങൾ എങ്ങനെ പുറത്തിറങ്ങി പറയല്? നിങ്ങൾ കാർ പോർച്ചിക്കലെങ്കിൽ ഇറങ്ങി, നിങ്ങൾ അതിന്റെ ഉള്ളിലല്ലേ പ്രസംഗിക്കുന്നത്. അപ്പൊ എന്ത് മനസ്സിലായി? കാറ് പോർച്ചിലാണ് ഇവന്മാരുടെ പരിപാടി നടക്കുന്നത് എന്നുള്ളത് സമ്മതിച്ചില്ലേ? സ്റ്റേജും സദസ്സും കൂടി ആ കാർ പോർച്ചില്. അത് 10-13 കൊല്ലമായിട്ട് ഈ കാർ പോർച്ചിലുള്ളതേ ഉള്ളൂ. ക്ലോസറ്റിലെ വെള്ളം തന്നെ, അതിലപ്പുറത്തേക്കില്ല. അത് സമ്മതിച്ചില്ലേ? ഇനി നമ്മൾ പുറത്തിറങ്ങുന്നില്ലാന്ന് നിങ്ങളുടെ ഈ അബദ്ധങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾ ബെഡ്റൂമിൽ നിന്ന് പറഞ്ഞാൽ മതിയല്ലോ. ബെഡ്റൂമിലിരിഞ്ഞ് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ശുഭഹത്തുള്ളൂ നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് മറുപടി പറയുന്നില്ല. നിങ്ങൾക്ക് മറുപടി പറയാൻ മാത്രം നിങ്ങൾ ആരുമല്ല. അതേ സമയത്ത് സാധാരണക്കാരായ ജനങ്ങൾക്ക് വല്ല സംശയം ഉണ്ടാകുമോ? ആ സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്വന്തം ബെഡ്റൂമിലിരുന്ന് പറഞ്ഞിട്ട് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അത് മതി, അതിന് മാത്രമേ ഉള്ളൂ അത്. അതേ സമയത്ത് ആവശ്യമായ രംഗങ്ങളിൽ ഞങ്ങൾ പുറത്തിറങ്ങാറുണ്ട്, ഞങ്ങളെ മുഖാമുഖ വേദിയിലുണ്ടാകാറുണ്ട്. അതൊക്കെ കണ്ണു തുറന്ന് നൗഷാദ് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ കൊണ്ടുവരുന്ന നിങ്ങളുടെ ഈ അബദ്ധങ്ങൾ അത് കേവലം കാർ പോർച്ചിലും കിച്ചണിലും അതുപോലെ ഏതെങ്കിലും വീടിൻ്റെ ഡൈനിങ് ഹാളിലും ഒക്കെ ഇരുന്നിട്ട് നടത്തുന്ന പരിപാടിയാണ്. അതുകൊണ്ടാണ് ഞാൻ നാളെ ഉപദേശിച്ചത്, നിങ്ങളിങ്ങനെ പൈസ ചിലവാക്കിയിട്ട് ഇങ്ങനെ തെണ്ടി നടക്കണ്ട. കുരുവട്ടൂര് ആലയത്തിലെ കിച്ചണിൽ ഇരുന്നിട്ട് നടത്തിക്കോ പരിപാടി, എന്നിട്ട് പേര് പരസ്ഥലത്തിൻ്റെയും പേര് വെച്ചോ. അതാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായല്ലോ. അപ്പം നമുക്ക് ഈ ബെഡ്റൂമിൽ ഇരുന്നു കൊണ്ട് പറയാൻ മാത്രമേ ഇതൊക്കെ ഉള്ളൂ, പുറത്തിറങ്ങാൻ മാത്രമില്ല എന്ന് നൗഷാദിനെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഈ മൗലവിമാരെ കൂട്ടത്തിൽ, അടുപ്പുംകല്ലിൻ്റെ കൂട്ടത്തിൽ ഒരുത്തനുണ്ട്, പമ്പേസ് മൗലവി ഉണ്ടല്ലോ, ഒരു പമ്പേസ് മൗലവി അല്ലാത്ത വേറൊരു മൗലവി ഉണ്ട്, അതാണ് കുഞ്ഞഹമ്മദ് മൗലവി. ഞാൻ പലരോടും പറഞ്ഞിരുന്നു, ഈ കുഞ്ഞഹമ്മദിൻ്റെ തൊള്ളയിന്ന് ഒരു 2 കലിമത്ത് അറബി വായിക്കുന്നത് ഒന്ന് കേൾക്കാൻ താല്പര്യമുണ്ട് എന്ന്. കിതാബ് ഹർക്കത്തിടാത്തത് അവനക്ക് വായിക്കാൻ അറിയില്ല, ചീത്ത പറയാൻ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഒരു 2-3 കലിമത്ത് അറബി വായിക്കുന്നത്, കുഞ്ഞഹമ്മദ് വായിക്കുന്നതെന്ന് കേൾക്കാൻ താല്പര്യമുണ്ട് ഞാൻ പലരോടും പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ കുറ്റിച്ചിറയിൽ നടന്ന ഇവരെ പരിപാടിയിൽ കുഞ്ഞഹമ്മദ് ഖുർആൻ ഓതുന്നത് കേട്ടു. ഞാൻ വല്ലാതെ അത്ഭുതപ്പെട്ടു. സുബ്ഹാനല്ലാഹ്, കുഞ്ഞഹമ്മദിൻ്റെ ഖുർആൻ കേട്ടിട്ട്. അപ്പോൾ നോക്കുമ്പോൾ നോക്കിയിട്ടാണ് അയാൾ ഓതുന്നത്. കുഞ്ഞഹമ്മദ് ഓതുന്നത് നോക്കിയിട്ടാണ് ഓതുന്നത്. സുബ്ഹാനല്ലാഹ്, നോക്കിയിട്ട് ഓതി ഖുർആൻ ഓതിയിട്ട് എത്ര തെറ്റാ! നിങ്ങളൊന്ന് കേൾക്കി, ഖുർആൻ നോക്കി ഓതിയിട്ട് അത് തെറ്റിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ ഇവർ ആരാന്ന അവകാശവാദം? മൈക്കുകളാണ് പോൽ. ആരുടെ? ഉന്നത ഹളറത്തിൻ്റെ മൈക്കുകളാണ് അപ്പോൾ തെറ്റിച്ചത്, അല്ലേ? കുഞ്ഞഹമ്മദല്ല. കേൾക്കി.
بجنتيهم جنتين ذواتا أكل خمط وأثل وشيء من سدر قليل. നോക്കൂ എന്റെ പ്രിയ, എങ്ങനെ ദവാത്ത ഉക്കുലിൻ, ദവാത്ത ഉക്കുലിൻ, എങ്ങനെ മൗലവികൾ ഖുർആനിലുള്ളത്? വബദ്ദൽനാഹും ബിജന്നതൈഹിം ജന്നതൈൻ ദവാതൈ ഉക്ലിൻ ഖംതുൻ വഅസ്ലിൻ വശൈഇൻ മിൻ സിദ്രിൻ ഖലീൽ. വിശുദ്ധ ഖുർആനിന്റെ ആയത്ത്, അവിടെ ദവാതൈ ഉക്ലിൻ എന്നുള്ളത് ദവാത ഉക്ലിൻ നോക്കിയിട്ടാ ഓതുന്നത് അല്ലേ? ഖുർആന് പോലും നോക്കി ഓതാൻ അറിയില്ല ആര്? ഈ മൗലവിമാർ. എന്നിട്ട് ഇവരാണ് ഇപ്പോൾ ഉന്നത മതത്തിന്റെ ആൾക്കാർ. ഇനി നോക്കി അതേ സ്റ്റേജിൽ തന്നെ വീണ്ടും لقد كان لسبإ في مساكنهم آية جنتان عن يمين وشمال كلوا من رزق ربكم. കണ്ടില്ലേ? അതും നോക്കി ഓതിയാണ്, തെറ്റിച്ചു. ലഖദ് കാന ലിസബഇൻ ഫീ മസ്കനിഹിം ആയ. മസ്കനിഹിം എന്നുള്ളത് അവിടെ എങ്ങനെയാ ഓതിയത്? മസാകിനിഹിം. എങ്ങനെയുണ്ട്? ഉന്നത ഹലറത്തിന്റെ കോലം കണ്ടില്ലേ? പരിശുദ്ധ ഖുർആനിൽ ഒരായത്ത് പോലും തെറ്റാതെ ഓതാൻ അറിയോ? ഒരായത്ത് പോലും തെറ്റാൻ ഓതാൻ അറിയില്ല. ഞാൻ ഇത്ര കാലമായിട്ട് ഇയാൾ ഒരു 2 കലിമത്ത് അറബി പറയുന്നത് ഇപ്പോഴാണ് കേൾക്കുന്നത്. അത് മുഴുവനും തെറ്റും. ഇനിയുണ്ട് ഒരായത്തും കൂടി. لقد كان لسبإ في مسكنهم آية جنتان عن يمين وعن يمين وشمال كلوا من رزق ربكم واشكروا له بلدة طيبة. ഒരായത്തിന് ഓതി തീർക്കാറ് ഇയാൾ എന്തൊരു തരം കഷ്ടപ്പാടാണുള്ളത്? എന്തൊരു കഷ്ടപ്പെടലാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഓതി 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 എല്ലാം കൂടി തപ്പിപ്പിടിച്ച് ഓതി ഒപ്പിച്ചു നോക്കുമ്പോൾ കുലൂ മിൻ റിസ്ഖിൻ റബ്ബിക്കും, മുദാഫിന് തൻവീന്, മിൻ റിസ്ഖിൻ റബ്ബിക്കും, മിൻ റിസ്ഖി റബ്ബിക്കും എന്നാ മൗലവി ഉള്ളത്. മുദാഫില് തൻവീൻ ഉണ്ടാവൂല. തഖ്വീമുൽ ലിസാനെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏതാ അറിയുള്ളൂ. അതൊക്കെ ഹർക്കത്തിട്ട ഖുർആൻ നോക്കിയിട്ടാണ് ഓതുന്നത്. എന്നിട്ട് മുദാഫിന് തൻവീന്, കുലൂ മിൻ റിസ്ഖിൻ റബ്ബിക്കും. എന്താ മൗലവി? ഒന്നുകൂടി കേൾക്കത്. لقد كان لسبإ في مسكنهم آية جنتان عن يمين وعن يمين وشمال كلوا من رزق ربكم واشكروا له بلدة طيبة. അവിടെ 2 പ്രാവശ്യം ഇയാൾ ഓതുന്നുണ്ട്. കുലൂ മിൻ റിസ്ഖിൻ എന്ന് പറഞ്ഞ് പിന്നെയും തിരുത്തിയിട്ട് ഓതുകയാണ്. കുലൂ മിൻ റിസ്ഖിൻ റബ്ബിക്കും. തിരുത്തി ഓതുന്നതും വീണ്ടും തെറ്റന്നെ. അപ്പൊ പരിശുദ്ധ ഖുർആൻ നോക്കിയിട്ട് ഓതാന് പോലും അറിയില്ല. കുഞ്ഞേമതേ, അന്നൊക്കെ 1-ാം ക്ലാസ് ചേർക്കണം ചങ്ങായി. നിങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് 1-ാം ക്ലാസ്സിലെ ചേർക്കേണ്ടി. നൗഷാദിനടക്കം മീസാന് മുതൽ ഓതി പഠിപ്പിക്കാനുണ്ട്. എന്നിട്ട് ഏതെങ്കിലും ജാഹിലീങ്ങളവിടെ പോയിട്ട് ഒരു വിവരവും ഇല്ലാതെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ കുതിര കയറാൻ വരുന്നുവല്ലേ? അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഇവരുടെ ഒരു വാചോടോപങ്ങൾക്കും മറുപടി അർഹിക്കുന്നില്ല. ഇതുപോലുള്ള വലിയ വലിയ അബദ്ധങ്ങളും അതുപോലെ തന്നെ വിവരമില്ലായ്മയും മാത്രമാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഈ മൗലവിമാര് വഹാബികൾക്ക് എണിവെച്ചു കൊടുക്കുന്നു, മൗദൂദികൾക്ക് എണിവെച്ചു കൊടുക്കുന്നു, കള്ളത്വരീഖത്തുകാര്, അതുപോലെ തന്നെ യുക്തിവാദികൾ, ഇവർക്ക് വേണ്ടി ആശയങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ദീനിനെ പരിഹസിക്കുവാനും വിശുദ്ധമായ ദീനിന്റെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാനും ഇവിടെയുള്ള യുക്തിവാദികൾക്ക് അവസരമുണ്ടാക്കി കൊടുക്കുക, വഹാബികൾക്ക് അവസരമുണ്ടാക്കി കൊടുക്കുക. മഹാന്മാരായ മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളടക്കമുള്ള, റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള, സിഎം വലിയുല്ലാഹി തങ്ങളടക്കമുള്ള അള്ളാഹുവിൻ്റെ മഹാന്മാരായ ഔലിയാക്കൾ, അവരെ പരിഹസിക്കുവാനും നിന്ദിക്കുവാനും അവരെ ജനങ്ങൾക്കിടയിൽ വഷളാക്കുവാനും അവസരമുണ്ടാക്കി കൊടുക്കുന്നു. വഹാബികൾക്ക് അള്ളാഹുവിൻ്റെ
അള്ളാഹുവിൻ്റെ മഹാന്മാരായ ഔലിയാക്കൾക്ക് അവർക്ക് തദ്ബീറുണ്ട് എന്നതിനെ പൂർണ്ണമായും നിഷേധിക്കുന്ന മൗലവിമാരെ, ആ മൗലവിമാർക്ക് അവരുടെ വാദത്തിൽ ജനങ്ങളെ പിടിച്ചിരുത്തുവാനും അതിലേക്ക് പാവപ്പെട്ട ജനങ്ങളെ പിടിച്ചുകൊണ്ടുവരാനും അവസരമുണ്ടാക്കി കൊടുക്കലല്ലേ നൗഷാദേനിന്റെ ജോലി? അതല്ലേ കുരുവട്ടൂരികളുടെ നിങ്ങളുടെ തൊഴില്? അതിനുവേണ്ടിയല്ലേ നിങ്ങൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്? അള്ളാഹുവിൻ്റെ ദീനിനെ പരിഹസിക്കുവാനും അഹ്ലുസുന്ന വൽ ജമാഅത്തിനെ തകർക്കുവാനും എങ്ങനെയെല്ലാം സുന്നത്തി ജമാഅത്തിന്റെ വിരോധികളെ സഹായിക്കാൻ കഴിയും ആ രൂപത്തിൽ നിങ്ങൾ സഹായിച്ചു കൊണ്ടിരിക്കുകയല്ലേ? സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ ആക്ഷേപിച്ചും അവഹേളിച്ചും അള്ളാഹുവിൻ്റെ ദീനിന്റെ പ്രമാണങ്ങളെ വക്രീകരിച്ചുകൊണ്ടും പരിശുദ്ധമായ ദീനിനെ ഇവിടെ നശിപ്പിക്കുവാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുകയല്ലേ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഈ തരത്തിലുള്ള കുരുവട്ടൂരികൾ അടക്കമുള്ള സർവ്വ കള്ളത്തൊരീഖത്തുകാരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, സർവ്വ വഹാബികളോടും മൗദൂദികളോടും മുഴുവൻ യുക്തിവാദികളോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, അള്ളാഹുവിൻ്റെ ദീൻ ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിങ്കിൽ സ്വീകരിക്കപ്പെടുന്ന മതം അത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം മാത്രമാണ്. ആ ദീനുൽ ഇസ്ലാമിൻ്റെ വിശ്വാസം സമ്പൂർണ്ണമാണ്. അത് വക്രീകരിക്കപ്പെടാൻ കഴിയില്ല, അതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല. ഇസ്ലാമിക പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് ഏത് യുക്തിവാദി വന്നാലും, ഏത് നൗഷാദ് മൗലവി വന്നാലും, ഏത് കുരുവട്ടൂരികൾ വന്നാലും, ഏത് കള്ളത്തൊരീഖത്തുകാർ വന്നാലും, വഹാബികളും മൗദൂദികളും ഒക്കെ ഒരുമിച്ച് വന്നാലും അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആശയം പ്രമാണബദ്ധമായി ഇവിടെ സമർത്ഥിക്കാൻ സുന്നത്തി ജമാഅത്തിന്റെ ചുണക്കുട്ടികൾക്ക് കഴിയും. അതിനെതിരെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കളയാമെന്ന് ഏതെങ്കിലും മൗലവിമാര് ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് സാധിക്കുകയില്ല എന്ന് ഈ മൗലവിമാരെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് ഒരു ചുക്കും പഠിക്കാതെ, നോക്കിയിട്ട് പോലും ഒരു ആയത്ത് തെറ്റുകൂടാതെ ഓതാൻ അറിയാത്ത ഈ മൗലവിമാരാണ്, ഈ അടുപ്പും കല്ലുകളായ മൗലവിമാരാണ്, ക്ലോസറ്റിലെ വെള്ളം പോലെ നിൽക്കുന്ന ഈ കക്ഷികളാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിനെ ചോദ്യം ചെയ്യാൻ വരുന്നത്, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ വെല്ലുവിളിക്കുന്നത്. അത് എന്തുതരം തമാശയാ മൗലവിമാരെ? അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ തോന്നിവാസത്തിന് അതേ ബുദ്ധിയുള്ള വിശ്വാസികളെ കിട്ടുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അതിന് സാധ്യമല്ല എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ ദീനത് ദീനായി ഇവിടെ പറയാൻ ഇവിടെ സുന്നത്തി ജമാഅത്ത് എന്നും ഉണ്ടാകും. ലാ യസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖി ഹത്താ യഅതി അംറുല്ലാഹ്. അള്ളാഹുവിൻ്റെ ദീനായി പറയാൻ, അതേ തുറന്ന് പറയാൻ, അതേ കൂട്ടിച്ചേർക്കലില്ലാതെ വെട്ടിച്ചുരുക്കലില്ലാതെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണോ ഈ ദീൻ ഇവിടെ പഠിപ്പിച്ചത്, മാലിക് ബിൻ ദീനാറും മാലിക് ബിൻ ഹബീബും ഷറഫ് ബിൻ മാലിക്കും തുടങ്ങിയ 12ഓളം സ്വഹാബത്ത് പായക്കപ്പലിൽ കയറി അറബിക്കടലിൻ്റെ അലമാലകളോടും വീശിയടിക്കുന്ന കൊടുങ്കാറ്റുകളെയും വകഞ്ഞു മാറ്റി മാസങ്ങളോളം കപ്പലിൽ അതേ കടലിലൂടെ സഞ്ചരിച്ച് കൊടുങ്ങല്ലൂർ വന്ന് അവർ കപ്പലിറങ്ങി. അവരിവിടെ കൊല്ലം, മാടായി, ശ്രീകണ്ഠപുരം, ധർമ്മടം തുടങ്ങിയിട്ട് 10ഓളം സ്ഥലങ്ങളിൽ 10 പള്ളി നിർമ്മിച്ചിട്ടുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആദർശം സ്വഹാബത്ത് മുതൽ വളരെ കൃത്യമായിട്ട് നമ്മുടെ പരമ്പരയായി കേരളത്തിൽ വിശ്വാസികൾ ഈ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വിശ്വാസം കൊണ്ട് നടക്കുന്നുണ്ട്. ആ മഹാന്മാരായ സ്വഹാബത്ത് എങ്ങനെയാണോ ദീൻ പഠിപ്പിച്ചത് അത് കൃത്യമായിട്ട് അതുപോലെ തന്നെ ഇവിടെ നിലനിൽക്കും. അതിനെതിരെ ഏതെങ്കിലും യുക്തിവാദിക്ക് പരിശുദ്ധ ദീനിന്റെ വിശ്വാസത്തെ മാറ്റിമറിക്കാൻ കഴിയില്ല. ഏതെങ്കിലും കള്ളത്തൊരീഖത്തുകാർ വന്നാലും, കുരുവട്ടൂരികൾ വന്നാലും, മറ്റേത് കക്ഷികൾ വന്നാലും ദീനായി പറയുന്ന ഒരു വിഭാഗം അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പ്രസ്ഥാനം ഇവിടെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ദീന് സ്വഹാബത്ത് പറഞ്ഞതുപോലെ, അതുപോലെ ആമിനു കമാ ആമനന്നാസ്, സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കണം. സ്വഹാബത്ത് എങ്ങനെയാ വിശ്വസിച്ചത്? മഹാന്മാർക്ക് തദ്ബീർ ഉണ്ടെന്ന് പറയുന്നത് അത് ഏതർത്ഥത്തിലുള്ള തദ്ബീറാണ്? ആലമൊട്ടാകെയുള്ള തദ്ബീർ എന്ന് ഒരു സ്വഹാബത്തും പഠിപ്പിച്ചിട്ടില്ല, ഒരു ഇമാമും പഠിപ്പിച്ചിട്ടില്ല. ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു വ്യക്തമായി പറഞ്ഞു, അലൽ കമാൽ എന്ന അർത്ഥത്തിലുള്ള തദ്ബീർ ഒരു മഹാനും നൽകപ്പെടുകയില്ല. അത് അല്ലാഹു തആലയുടെ മാത്രം അവകാശമാണ്. എന്നാൽ മഹാന്മാർക്ക് അല്ലാഹു തആല ധാരാളം കൊടുക്കും. അതിനൊരു പരിധി വെക്കാൻ ഒരു സൃഷ്ടിക്കും അവകാശമില്ല. ഫൽ മുദബ്ബിറാത്തി അംറാ,
അല്ലാഹു തആല കാര്യങ്ങളെ തദ്ബീർ ചെയ്യുന്ന മഹാന്മാരെ നിശ്ചയിച്ചിട്ടുണ്ട്. അവർക്ക് എവിടെയൊക്കെയാണ് തദ്ബീർ അല്ലാഹു തആല നൽകുന്നത് അവിടെയൊക്കെയും മഹാന്മാർക്ക് തദ്ബീറുണ്ട്. അതേ സമയത്ത് ആ പരിധിക്കപ്പുറത്ത് നിന്ന് മഹാന്മാർക്ക് അല്ലാഹു തആല നൽകുമെന്ന് പറഞ്ഞത് സുന്നത്ത് ജമാഅത്ത് എങ്ങനെയാണോ പഠിപ്പിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണോ വിശദീകരിച്ചത്, വിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് പഠിപ്പിച്ചത്, അതിൻ്റെ അപ്പുറത്തേക്ക് കയറിയിട്ട് അതേ മഹാന്മാരായ ഔലിയാക്കളെ പരിഹസിക്കാൻ, മഹാന്മാരെ ആക്ഷേപിക്കാൻ, അവരെ ശത്രുക്കൾക്ക് ആക്ഷേപിക്കാൻ വേണ്ടി വടി കൊടുക്കുന്ന മൗലവിമാരില്ലേ? മഹാനായ സിഎം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഇവിടെ സുന്നത്ത് ജമാഅത്ത് പഠിപ്പിച്ച മഹാനല്ലേ? അതിനുവേണ്ടി നിലനിന്ന മഹാനല്ലേ? അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് വലിയ ഊർജ്ജം നൽകിയ മഹാനല്ലേ? സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ അനിവാര്യമായ പിളർപ്പ് സംഭവിച്ചപ്പോൾ മഹാനായ താജുൽ ഉലമയുടെ കൂടെ നിൽക്കാൻ അൻത അലൽ ഹഖി, ഓ താജുൽ ഉലമ ഉള്ള ആൾ തങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾ സത്യത്തിന്റെ മേലിലാണ്, നിങ്ങൾ അതിലായിട്ട് മുന്നോട്ട് പോകണമെന്ന് നിർദ്ദേശിച്ചത് ബഹുമാനപ്പെട്ട സിഎം വലിയുല്ലാഹി തങ്ങളല്ലേ? സുൽത്താനുൽ ഉലമയുടെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞത് സിഎം വലിയുള്ളയല്ലേ? അത് നേരിൽ കേട്ട വ്യക്തിയല്ലേ? കോമാട്ടുചാലിൽ അബ്ദുള്ളയുടെ പിതാവ് ഇന്നും കുരുവട്ടൂരികളുടെ ആ സ്റ്റേജിൽ വന്നിരുന്നു കൊണ്ട് ആ മൗലവി ഇപ്പോഴും അവിടെ ഇല്ലേ? സിഎം വലിയുല്ലാഹി തങ്ങൾ പറഞ്ഞത് നേരിൽ കേട്ടു എന്ന്. ഓ മൗലവി, ഓ മുസ്ലിയാരെ, നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? പിന്നെ ഇതാർക്ക് വേണ്ടിയാ വിഴുങ്ങുന്നത്? സിഎം വലിയുല്ലാഹി തങ്ങളുടെ നിർദ്ദേശം ഇപ്പൊ നിങ്ങൾ ആർക്ക് വേണ്ടിയാ വലിച്ചെറിഞ്ഞത്? നിങ്ങൾക്ക് മരിക്കണ്ടേ? താടിയും മുടിയും നരച്ചു പോയിട്ടില്ലേ? സിഎം വലിയുല്ലാഹി തങ്ങളുടെ അല്പമെങ്കിലും മഹബത്തുണ്ടായിരുന്നുവെങ്കിൽ ബഹുമാനപ്പെട്ടവർ പറയുന്ന നിർദ്ദേശം നേരിട്ട് കേട്ട വ്യക്തിയല്ലേ? ആ ശൈഖുന സുൽത്താനുൽ ഉലമയുടെ നേരെ ഓപ്പോസിറ്റിലുള്ള അവിടുന്ന് പഠിപ്പിക്കുന്ന ആദർശത്തിന് വിരുദ്ധമായ സുന്നത്ത് ജമാഅത്തിന് നിരക്കാത്ത കുഫ്റിന്റെ വാദം പോലും പറയുന്ന കുരുവട്ടൂരുകളെ കൂടെ ഇരിക്കാൻ നിങ്ങൾക്ക് എന്ത് പറ്റി മൗലവി? നേരിൽ സിഎം വലിയുല്ലാഹി തങ്ങൾ പറയുന്നത് കേട്ടു എന്ന് താങ്കൾ തന്നെ പറയുന്ന ക്ലിപ്പ് ഇപ്പോഴും ലഭ്യമല്ലേ? എന്നിട്ട് ആർക്ക് വേണ്ടിയായി വിഴുങ്ങുന്നത്? ആരെ ഭയപ്പെട്ടിട്ടായി വിഴുങ്ങുന്നത്? ദുനിയാവ് എന്ത് ആഗ്രഹിച്ചിട്ടായി ഈ ദീന് വലിച്ചെറിയുന്നത്? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, മഹാന്മാരായ ഔലിയാക്കളെ ഇവർക്ക് സ്നേഹമില്ല. സിഎം വലിയുല്ലാഹി തങ്ങളോട് അല്പം പോലും മഹബത്തില്ല. ഇവർ കാണുന്ന ദുന്യവിയായ നേട്ടങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, ദുന്യവിയായ എന്തൊക്കെയോ നേടിയെടുക്കാൻ വേണ്ടി, ആരൊക്കെയോ പറ്റിക്കാൻ വേണ്ടി ഈ മൗലവിമാര് ദീന് വലിച്ചെറിയുകയാണ്. അതുപോലെ ജനങ്ങളുടെ ഈമാൻ കൊള്ളയടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ, പർവ്വത സമാനരായ പണ്ഡിതന്മാർ, റഈസുൽ ഉലമ നേതൃത്വം നൽകുന്ന, സുൽത്താനുൽ ഉലമ നേതൃത്വം നൽകുന്ന അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആശയം, ആ ആശയത്തിൽ അടിയുറച്ചു നിന്ന് ഈമാനോടുകൂടെ ജീവിച്ച് മുഅ്മിനീങ്ങളായി മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇത്തരത്തിലുള്ള സർവ്വ കക്ഷികളുടെയും ഷർറിൽ നിന്ന് അല്ലാഹു നമ്മെയും കുടുംബത്തെയും എല്ലാ മുഅ്മിനീങ്ങളെയും അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. ഈ കക്ഷികൾക്ക് അല്ലാഹു ഹിദായത്ത് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു അവരെയും ഹിദായത്താക്കട്ടെ. അല്ലാഹു തആല അവരുടെ ഹിദായത്തെ ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ സാധുക്കളായ നമ്മെയും മറ്റുള്ള സർവ്വ മുഅ്മിനീങ്ങളെയും ഇതുപോലുള്ള എല്ലാ ഫസാദിൽ നിന്നും ബിദ്അത്തിൽ നിന്നും അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ എന്ന് ദുആ ചെയ്ത് വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.